എത്തിച്ചേർന്ന എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ ഈ നെറ്റ്വർക്കിന്റെ ചില പ്രശ്നം കൊണ്ട് ഇപ്പോൾ ഔട്ടായിരുന്നു. മുമ്പ് പറഞ്ഞെന്താന്നുള്ളത് കേട്ടില്ല, ക്ഷമ ചോദിക്കുന്നു. മലയാളം മിഷൻ മുംബൈ ചാപ്റ്ററിന്റെ ദശവത്സര ആഘോഷത്തിലെ ആദ്യ ശില്പശാലയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. മലയാള ഭാഷാ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ സംസ്കാരത്തെ അറിയുക എന്ന ഒരു ലക്ഷ്യവുമാണ് മലയാളം മിഷൻ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അതിൽ കവിതാ പഠനം അത് നമ്മൾ ചെറിയ ക്ലാസ് ഇട്ട് തുടങ്ങി നീലക്കുറിഞ്ഞി വരെ എത്തുമ്പോഴേക്കും കുട്ടികൾ ഒരുമാതിരി നല്ല രീതിയിൽ തന്നെ കവിതകൾ എഴുതാനും മറ്റും പ്രാപ്തരാകുകയാണ്. എന്നാൽ ഇന്ന് വരെ മലയാളം മിഷൻ ഒരു ശില്പശാല കവിതയ്ക്കായിട്ട് നമ്മൾ നടത്തിയിട്ടില്ല. ആദ്യമായി ഈ ദശവത്സര ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കവിതാ ശില്പശാല ഇവിടെ നടത്തുകയാണ്. ഈ ശില്പശാലയെ നയിക്കുന്നത് രാമൻ മാഷ് വളരെ പ്രശസ്തനായ ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ പല കവിതകളും സർവകലാശാലയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയൊരു നല്ലൊരു അവസരമാണ് ഈ ശില്പശാല. കുട്ടികളത് വളരെ ഭംഗിയായി തന്നെ വിനിയോഗിക്കണം. അതിനു മുമ്പായിട്ട് എല്ലാ കുട്ടികളോടും പറയാനുള്ളൊരു കാര്യം, ദയവേത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് തന്നെ വെക്കണം. ഒരു കവിതാ ശില്പശാല നമ്മൾ വളരെ നിങ്ങൾക്ക് ഭാഗ്യം ചെയ്തവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഇങ്ങനൊരു അവസരം ലഭ്യമായത്. ആ ലഭിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ശില്പശാല നടത്തുന്ന ആരാണോ അവർ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്തിട്ടായിരിക്കും ഇത് നടത്തുക. അപ്പോൾ ആ ഇന്ററാക്ഷൻ പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവങ്ങൾ അവർക്കറിയണം. നിങ്ങൾ ആ ഭാവങ്ങൾ അറിഞ്ഞ് ആ ഭാവങ്ങളെ ഉൾക്കൊണ്ട് നിങ്ങളുടെ കവിതകളിലൂടെ അത് വെളിയിൽ വന്നെങ്കിൽ മാത്രമേ അത് വിധയാകത്തുള്ളൂ. കവിത എന്ന് പറയുന്ന വിധ ശരിയാകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉൾക്കൊള്ളണം. നിങ്ങൾ ഇന്ന് വരെ പഠിച്ച ഒരു രീതി ആയിരിക്കില്ല അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിലൂടെ നിങ്ങൾക്ക് നേടാം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളും നമ്മുടെ കവിതാ മത്സരങ്ങളിലും മറ്റും പങ്കെടുത്ത് പരിചയമുള്ളവരായിരിക്കാം. പക്ഷേ അതും ഇന്നത്തെ ശില്പശാലയുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അദ്ദേഹം നിങ്ങൾക്ക് വളരെ ആഴത്തിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ ഞാൻ പറയുമ്പോഴും ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന ലഭ്യമായ ഒരു സമയത്തിൽ നിങ്ങൾക്ക് ഏകദേശ ധാരണയെങ്കിലും നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും. അതിനുള്ള സംശയങ്ങളും മറ്റും നിങ്ങൾ ചോദിച്ച് അതിലൂടെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതിന്റെ പരമാവധി പ്രയോജനം കുട്ടികൾക്ക് ലഭ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നല്ലൊരു ആശംസാ പ്രസംഗമാണ് മോഹൻകുമാർ സാർ നടത്തിയത്. എല്ലാ കുട്ടികളും നന്നായി തന്നെ ഈ പഠനകളരി ഉപയോഗപ്പെടുത്തട്ടെ എന്ന് സാറിന്റെ വാക്കുകളിൽ നിന്ന് അവര് ഗ്രഹിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ വളരെ നന്ദി സാറ്. ഇനി അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി ഞാൻ ക്ഷണിക്കുന്നു സാം വർഗീസ് സാറിന്. മാഡം കേൾക്കാമോ? മാഡം കേൾക്കാം സാർ, പറയൂ. മലയാളം മിഷൻ മുംബൈ ചാപ്റ്ററിന്റെ പ്രിയ ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട കവി ശ്രീ പി രാമൻ മാഷ്, അധ്യാപകർ, രക്ഷകർത്താക്കൾ, പഠിതാക്കൾ, ഉപസമിതി കൺവീനർ, ഉപസമിതി അംഗങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരുമേ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. മുംബൈ മലയാളം മിഷൻ അതിന്റെ വിജയകരമായ 10 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണല്ലോ. വിപുലമായ പരിപാടികൾ കോർത്തിണക്കി ഈ ആഘോഷത്തെ ഒരു ഉത്സവമാക്കി മാറ്റാൻ മനസ്സുകൊണ്ട് നാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ ഓരോ പ്രോഗ്രാമുകളും ഏറ്റവും ഭംഗിയുള്ളതാക്കി തീർക്കുവാൻ ഉപസമിതികൾ രൂപീകരിച്ചുകൊണ്ട് ഒന്നിനൊന്ന് അത് മേൽത്തരമാക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് നാം കവിതയ്ക്ക് വേണ്ടി ഒരു ശില്പശാല സംഘടിപ്പിക്കുകയാണല്ലോ. നമുക്ക് അജ്ഞമായിരിക്കുന്ന കവിതയുടെ അന്തസത്ത പൂർണ്ണമായി മനസ്സിലാക്കുവാൻ അതിന്റെ രചനയും അതിന്റെ അർത്ഥ സമ്പൂർണതയും ഈണവും ആലാപന ഭംഗിയും എല്ലാം മനസ്സിലാക്കി ഒരു പുതിയൊരു അനുഭവമായി നമുക്ക് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഹൃദയസ്ഥമാക്കുന്ന ഈ അറിവിലൂടെ, ഈ വിജ്ഞാനത്തിലൂടെ നമ്മുടെ തുടർന്ന് നടക്കുന്ന കവിതാ സംബന്ധിയായ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മത്സരങ്ങളും ഏറ്റവും ഭംഗിയായി തീർക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഒരു നല്ല ശുഭകരമായ വിജയം
എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നല്ല ഒരു ആശംസകൾ നേർന്നതിന് സാം വർഗീസ് സാറിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ മുംബൈ ചാപ്റ്റർ ഖജാൻജി ജീവരാജൻ മാഷ് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. സാറിനെ സ്വാഗതം ആശംസിക്കുന്നു. ടീച്ചർ എല്ലാവരും ഒന്ന് മൈക്ക് ഓഫ് ചെയ്ത് വെക്കാൻ പറയോ? ബാക്കിയുള്ള എല്ലാവരും. അതെ അതെ, എല്ലാവരും. ഞാനത് ഓഫാക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്. ബാക്കി സംസാരിക്കുന്നവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും മൈക്ക് ഓഫ് ചെയ്ത് വെക്കണം. അടുത്തതായിട്ട് പിന്നെ നമുക്ക് സാറിനെ പരിചയപ്പെടുത്തലായിരുന്നു, പക്ഷെ സാറില്ല ഇപ്പോഴ് നമ്മുടെ കൂടെ ജോയിന്റ് ആയിട്ടില്ല. രാമൻ മാഷ് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പരിചയപ്പെടുത്തൽ നമുക്ക് നടത്താം. 10 മിനിറ്റ് മുമ്പ് സാറ് ജോയിൻ ആവുമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ തന്നെ മ്യൂട്ടായിരുന്നു, സോറി. പിന്നെ രാമൻ മാഷ് നമ്മുടെ കൂടെ ചേർന്നില്ല. അപ്പൊ സാറിന്റെ പരിചയപ്പെടുത്തലായിരുന്നു അടുത്തതായിട്ട് നടത്താനിരുന്നത്. അപ്പൊ സാറ് ചേർന്ന് കഴിഞ്ഞ് നമുക്ക് അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പോരെ സാറ്? രാമേന്ദ്രൻ സാർ, രാമൻ മാഷ് വന്നതിന് ശേഷം പോരെ പരിചയപ്പെടുത്തണം? അല്ല, ഇപ്പൊ ചെയ്തോളൂ. ഓക്കെ. പിന്നെ ലാസ്റ്റ് നന്ദി പ്രകാശനത്തിൽ വെക്കുമ്പോ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. കാരണം രാമമാഷ ഓരോ മിനിറ്റും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇരുത്തി നമ്മൾ ആ സമയം കളയരുത്. അതെ അതെ അതെ, ഏറ്റവും നല്ലത്. 10 മിനിറ്റ് മുമ്പ് ജോയിൻ ആവാന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ. പിന്നെ വേറെ ആർക്കെങ്കിലും ഇനി ഇതിനകത്ത് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം, നമുക്ക് സമയമുണ്ട്. ഇപ്പൊ 6:40 ആയിട്ടുള്ളൂ, ഇനി 20 മിനിറ്റ് ഉണ്ട്. ജസ്റ്റ് രാമൻ മാഷ് ജോയിൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു സ്വാഗതം പറയണം. പറയാം. ഇപ്പൊ പ്രസിദ്ധ കവി രാമൻ മാഷിനെ കുറിച്ച്, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ 2 പേര് പറയാം. അദ്ദേഹം പെരുമുടിയൂർ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാള അധ്യാപകനാണ്. പട്ടാമ്പിയാണ് സ്വദേശം. രാമൻ സാർ എഴുതിയ കവിതാ സമാഹാരങ്ങൾ ഇപ്രകാരമാണ്: കനം, തുരുമ്പ്, ഭാഷയും കുഞ്ഞും, രാത്രി 12:30 ഒരു താരാട്ട്, പിന്നിലേക്ക് വീശുന്ന കാറ്റ്, ഇരട്ടവാള്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ്. അതുപോലെ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം, ദേശാഭിമാനി പുരസ്കാരം, അയനം എ അയ്യപ്പൻ കവിതാ പുരസ്കാരം, കനകശ്രീ പുരസ്കാരം. അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഇന്ന് നമുക്ക് പഠനകളരി ചെയ്യാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തലായിരുന്നു ഇത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നന്ദി പ്രകാശനമാണ്. അതിന് ഞാൻ അനു നായരെ ക്ഷണിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും ആശംസകൾ നേടാനുണ്ടെങ്കിൽ പറയാം, നമ്മുടെ ടീച്ചേഴ്സിനോ ആർക്കെങ്കിലും സമയമുള്ളത് കൊണ്ട്. രാമേന്ദ്രൻ മാഷിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാഷിനും പറയാം. ഗിരിജാവല്ലഭൻ സാറുണ്ട്, ജീവരാജൻ സാറുണ്ട്. എല്ലാവരോടും കുട്ടികളോട് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. ജീവരാജൻ കേൾക്കുന്നോ? പറയൂ. അച്ഛാ, റീന ടീച്ചർ ഉണ്ടല്ലോ. റീന ടീച്ചറെ ആർപിമാര് എന്നുള്ള നിലയ്ക്ക് ജീവരാജനും ഓക്കെ ജീവനുണ്ട്, അതുപോലെ ഹരി ഉണ്ട്. ആർപിമാർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. ഈ പഠനകളരിയുടെ ഉദ്ദേശവും അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് പഠന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് സംക്ഷിപ്തമായിട്ട് പറയാം, സമയമുള്ളത് കൊണ്ട്. ജീവട്ടം പറയില്ലേ? ഞാൻ പറയണോ? പറഞ്ഞോളൂ, ആരെങ്കിലും പറയാം. ടീച്ചർ വേഗം പറഞ്ഞു. ടീച്ചർ നെറ്റ് ചിലപ്പോ പെട്ടെന്ന് പോകും. നമ്മള് ബോംബെയിലുള്ളത്. ഞാൻ ഓടി നടന്നാണ് ആശംസ പറയാൻ എത്തിയത്. അതായത് ഒരിടത്ത് നെറ്റ് പോയി കഴിഞ്ഞപ്പോ മറ്റൊരിടത്ത് ഓടി എത്തി. അപ്പം അവിടെ വന്നപ്പോ സ്വല്പം കിട്ടി. ടീച്ചർ തുടങ്ങിക്കോളൂ.
ജീവട്ടെ ഞാനിവിടെ ഇല്ല, ഇത്തിരി പ്രോബ്ലത്തിലാണ് നെറ്റിന്റെ. രാവിലെ മുതൽ പോയ കറണ്ടാ, ഓക്കെ ഇങ്ങനെ പോയിട്ട് വന്നിട്ടൊക്കെയാണ്. തുടങ്ങിക്കോ, ഞാൻ പറയാം. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കവിതാ ശില്പശാലയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഞാൻ ആശംസകൾ നേരുകയാണ്. ആദ്യമായി തന്നെ വളരെ അഭിമാനമുണ്ട്. കാരണം മറുനാട്ടിൽ ജനിച്ചു വളർന്ന് നമ്മുടെ മാതൃഭാഷയെയും സംസ്കാരത്തെയും നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അതിൻ്റെ വിവിധങ്ങളായ പ്രയോഗങ്ങളിലേക്ക്, ഭാഷ വെറുതെ നമുക്ക് സംസാരിക്കാനുള്ളതാണ് എന്നതിൽ കേവലം ഒരു മാധ്യമത്തിൽ നിന്ന് ആ ഭാഷയുടെ വിവിധ തലങ്ങളിലേക്ക് അതിനെ അടുത്തറിയാനും അത് പ്രയോഗിക്കാനും അത് നിങ്ങളുടെ അസ്തിത്വത്തിന്റെ ഒരു ഭാഗമായി മാറ്റാനും ഇന്ന് നിങ്ങൾ ഏറെക്കുറെ അതിൽ അനുഭവസ്ഥരായി കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു എൻ്റെതായ ഒരു ചെറിയ ഒരു നിഗമനം. നിങ്ങൾ ഈ വേദിയിൽ നിങ്ങളെ കാണുമ്പോൾ ഞാൻ അങ്ങനെ അനുമാനിക്കുകയാണ്. തീർച്ചയായും അത് തന്നെയാണ് അതിൻ്റെതായ അവസ്ഥ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഭാഷയുടെ അനുഭവ തലങ്ങളിൽ അല്ലെങ്കിൽ അനുഭൂതികളാക്കി മാറ്റുന്ന ഒരു വ്യവഹാര തലത്തിൽ കവിത ഒരു പ്രത്യേക സ്ഥാനം തന്നെ നേടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് എന്നത് ചോദിച്ചാൽ, സംഗീതം ഇഷ്ടപ്പെടാത്ത ആരും ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും സംഗീതം ആസ്വദിക്കാൻ കഴിവുണ്ടെന്നാണ് ഒരു പൊതുവായുള്ള ഒരു ധാരണ, ശാസ്ത്രീയമായ ധാരണയാണ്. അപ്പോൾ നമ്മുടെ ഭാഷയുടെ ഒരു പ്രത്യേക വിഭാഗമായ കവിതയിൽ നമ്മൾ ഗദ്യത്തിൽ എഴുതുമ്പോൾ പോലും കവിതാമയമാകുന്നതാണ് പറയാറ്. നല്ല പ്രയോഗങ്ങൾ, ഭാഷാപരമായ പ്രയോഗങ്ങൾ, അതിൻ്റെ താളങ്ങൾ ഇതൊക്കെ ഒത്തുചേരുമ്പോൾ നമുക്ക് പറയാം അത് ഗദ്യ കവിതയാണെന്ന് പറയാം. അപ്പോഴും കവിതയെ ആരും ഉപേക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതാണ്. അപ്പൊ അതിനൊരു ഭാഷയ്ക്കൊരു താളമുണ്ട്, അതിനൊരു ലയമുണ്ട്, അതിലൊരു ആശയമുണ്ട്. അത് നമ്മളുടെ മറ്റു വികാരങ്ങളെ പോലെ തന്നെ ഒരു യോജിപ്പിക്കുന്നതാണ് നമ്മളെ പലതുകൊണ്ടും പല രൂപത്തിൽ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഏറെക്കുറെ നിങ്ങൾ ഇതില് കളിക്കുന്ന മുതൽ ഇപ്പോൾ അഭ്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് വിട്ടുപോയ കവിതയുടെ ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ പറയുമ്പോൾ മഴവില്ലിനെ കുറിച്ചും മഴയെ കുറിച്ചും നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരുമ്പോഴും നിങ്ങൾ സ്വപ്നം കാണുന്നത്, നിങ്ങളെ ഒരു സ്വപ്ന ജീവികൾ ആക്കി മാറ്റുന്നതിൽ ആ കാലഘട്ടമൊക്കെ അധ്യാപകർ വളരെ നല്ല വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അതിൻ്റെ കൂടെ നടന്നു പോയിട്ടുണ്ട്. അപ്പൊ ആകത്തുക നോക്കുമ്പോ എങ്ങനെയാ, നിങ്ങൾ യഥാർത്ഥ ലോകത്തിലുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന കാലങ്ങൾക്ക് ജീവിതത്തിന് അപ്പുറത്ത് മറ്റു ചിലതൊക്കെ സ്വപ്നം കാണാൻ നിങ്ങൾക്ക് മഴ എവിടെ നിന്ന് വരുന്നു, എങ്ങനെ നിന്ന് വരുന്നു, അല്ലാതെ എങ്ങനെയൊക്കെ പെയ്യുന്നു, എന്തെല്ലാം അനുഭൂതികൾ ആ മഴയിൽ നിന്നുണ്ടാകുന്നു, മഴ എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു എന്നെല്ലാം നിങ്ങൾക്ക് ഒരു സ്വപ്നം കാണാൻ, ഭാവനയിൽ കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞ നിങ്ങളുടെ പാഠ അനുഭവങ്ങൾ ഒരു
അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഭാഷാപ്രയോഗത്തിന്റെ വളരെ ഉത്തമമായ ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഒരു നമ്മുടേതായ ഒരു ലോകത്തിനപ്പുറത്ത് മറ്റൊരു ലോകം സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ഒരു ആശയത്തെ കുറിച്ച് മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് വിനിമയം നടത്താൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോ അതിനെ ഒക്കെ ഒരു തലങ്ങളാണ് നമ്മൾ കവിതയായാലും കഥയായാലും സാഹിത്യം അതിനുള്ള ഒരു വേദിയാണ്. ആ സാഹിത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ട് കവിത അവിടെ നിലനിൽക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ വായനയിലൂടെ, ഇപ്പോൾ നിങ്ങൾക്ക് വളരെ, എന്നെ സംബന്ധിച്ച് ഒരു അനുമാനം പറയുകയാണെങ്കിൽ വായന വളരെ കുറവാണ്. എത്ര കണ്ട് വായിക്കുന്നു, എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടേതായുള്ള ഒരു നിരീക്ഷണ പാഠവും കാര്യങ്ങളെ കുറിച്ച്, നാം കാണുന്ന ജീവിക്കുന്ന ലോകത്തിനെ കുറിച്ച് ഒരു നിരീക്ഷണം, നിങ്ങളുടേതായ അഭിപ്രായം, അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള നിങ്ങളുടെ ചോദ്യം, അതിനെക്കുറിച്ച് നിങ്ങളുടേതായ വിശദീകരിക്കാൻ ശ്രമിക്കാം നിങ്ങളുടേതായ ഭാഷ. അതിനൊരു താളമുണ്ടാവുക, അതിനൊരു ലയമുണ്ടാവുക, അപ്പോൾ അത് കവിതയായി മാറുന്നതായി. പക്ഷേ നിങ്ങൾ ഓരോ അനുഭവങ്ങളും വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഒബ്സർവേഷൻ വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനനുസരിച്ചുള്ള ഒരു ഭാവന ശീലവും നിങ്ങൾക്ക് ആവശ്യമാണ്. കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വായിക്കുക എന്നുള്ളതാണ്. കൂടുതൽ വായിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കരുതി വെക്കുക, ബാക്കിയൊക്കെ മാറ്റിവെക്കുക. അങ്ങനെ ഒരു ശീലം നിങ്ങളിൽ വളർന്നു വരേണ്ടതുണ്ട്. കുട്ടിക്കവിതകളായാലും വലിയ കഥകളായാലും നോവലുകളായാലും എന്തായാലും വായിക്കാൻ ശ്രമിക്കണം. വായിക്കുന്നതോടെ നിങ്ങളുടെ ഭാവനയുടെ ലോകം വികസിതമാവുകയുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ കവിതയുടെ അല്ലെങ്കിൽ കഥയുടെ അല്ലെങ്കിൽ ഭാവനയുടെ ലോകത്ത് പറന്നു നടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്തരം ശീലങ്ങൾ ഇന്നത്തെ ഒരു രാമൻ മാഷ് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾ കവിതയെ സ്നേഹിക്കുന്ന രീതിയിലോ മറ്റു രീതിയിലോ ഒന്നും ആയിത്തീരുകയില്ല. പക്ഷെ ഇതൊക്കെ ഒരു സ്റ്റെപ്പാണ്, തുടക്കമാണ്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഒരു ചവിട്ടുപടിയാണ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങളുടേതായ ശ്രമങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്താൽ എല്ലാവർക്കും നല്ല നല്ല ഭാവനയുടെ ലോകവും നല്ല നല്ല ഭാഷയുടെ ലോകവും ഒക്കെ ഉണ്ടായിത്തീരും എന്ന് ഞാൻ ആശിക്കുന്നു. എല്ലാവർക്കും ഈ അവസരം വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വിജയാശംസ. വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ജീവരാജൻ മാഷ് കുട്ടികൾക്ക് പങ്കുവെച്ചത്. മാഷിന് വളരെ വളരെ നന്ദി. അപ്പൊ ഇനി അടുത്തതായിട്ട് മാഷ് നമ്മുടെ കൂടെ എത്തിയില്ല ഇതുവരെ, രാമൻ മാഷ്. നമുക്ക് നോക്കാം 5 മിനിറ്റ്. വിദഗ്ധ സമിതി കൺവീനർ ഹരികുമാർ സാർ നമ്മുടെ കൂടെ ഉണ്ട്. സാറിന് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിലേക്ക്. അപ്പൊ ഇനി രാമൻ സാർ ജോയിൻ ആവുന്നവരെ നമുക്ക് അപ്പോഴത്തേക്കും വോട്ട് ഓഫ് താങ്ക്സ് ആയിട്ട് ഞാൻ അനു ടീച്ചറിനെ ക്ഷണിക്കും. നന്ദി പ്രകാശനത്തിനായിട്ട് അനു ടീച്ചറെ ക്ഷണിക്കും. അനു ടീച്ചർ മൈക്ക് ഓഫാ. ഓക്കെ, സോറി.
മലയാളം മിഷൻ മുംബൈ ചാപ്റ്റർ ദശവാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് നടത്താനിരിക്കുന്ന കവിതാ പഠനകളരിയിൽ സാറ് വരാത്ത സ്ഥിതിക്ക് സാറിന് നന്ദി പിന്നെ നമുക്ക് പറയാം അല്ലേ? ഓക്കെ. ഇതിൽ എത്തിച്ചേർന്ന നമ്മുടെ ബാക്കി എല്ലാ കുട്ടികളോടും വളരെയധികം നന്ദിയുണ്ട്. ഇവരെ ഇവിടെ എത്തിക്കാൻ സഹായിച്ച അവരുടെ മാതാപിതാക്കളോട് വളരെയധികം നന്ദി. കൂടാതെ ഇന്നിവിടെ സ്വാഗതം അർപ്പിച്ച ശ്രീമതി ജയകുറുപ്പിനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിനെല്ലാം ഉപരി ഇവിടെ എത്തി ആശംസകൾ അറിയിച്ച നമ്മുടെ മലയാളം മിഷൻ മുംബൈ ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ മോഹൻകുമാർ സാറിനോടും ജോയിന്റ് സെക്രട്ടറി ശ്രീമാൻ സാം വർഗീസ് സാറിനോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും അധികം കുട്ടികളെ സംഘടിപ്പിക്കാൻ അശ്രിത പരിശ്രമം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ടീച്ചർമാരോടും വളരെയധികം നന്ദിയുണ്ട്. കൂടാതെ മലയാളം മിഷന് വേണ്ടി ദിനരാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘാടകര് ശ്രീമാൻ രാമചന്ദ്രൻ സാറ്, ഗിരിജാ വല്ലഭൻ സാറ്, ഇവിടെ എത്തിയിട്ടുള്ള ജീവൻ സാറ്, റീന ടീച്ചർ, മറ്റുള്ള എല്ലാ സാരഥികളോടും എൻ്റെ 1000 നന്ദി. ഓക്കെ, വളരെ നന്ദി അനു ടീച്ചർ. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് രാമൻ മാഷോടൊന്നും ജോയിന്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു. 65 ഇനി ഹരികുമാർ സാർ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് കവിത ഞാനേ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന തരത്തിൽ കവിതകൾ എഴുതുന്ന ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ട്. നമ്മുടെ പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു. അതിൽ എനിക്കറിയാവുന്ന 2 പേര് ജയശ്രീ ടീച്ചറും ഹരിയുമാണ്. ഇവരെ മാത്രം എനിക്ക് പരിചയം. അവരുള്ള പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ഞാനുണ്ട്. അവരുടെ കവിതകൾ ഞാൻ വായിക്കാറുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവര് എനിക്കത്ര പരിചിതരല്ല എന്നാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരും തീർച്ചയായിട്ടും അവരും എഴുതുന്നുണ്ടാകും. പക്ഷെ ഞാന് ഇവരുടേത് വായിക്കാൻ എനിക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി മറ്റൊരു കളരിയില് ഇവരുടെയും കൂടി അനുഭവങ്ങൾ, ഇവരെഴുതുന്ന രീതികളും ഒക്കെ നമുക്ക് കേൾക്കാം. രാമമാഷ് വന്ന സ്ഥിതിക്ക് ഞാൻ എൻ്റെ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുക. ഓക്കെ, വളരെ നന്ദി സാർ. ജയശ്രീ ടീച്ചറിന്റെ അരിമാഷിന്റെ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ ഇനി അവരുടെ കവിതയെ കുറിച്ചുള്ള ഇപ്പൊ രാമൻ മാഷ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഞാൻ ആദ്യമായി രാമൻ മാഷിനെ, പ്രശസ്ത കവി രാമൻ മാഷിനെ നമ്മുടെ കവിതാ പഠന കളരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. സന്തോഷം. മൈക്ക് മ്യൂട്ടായി പോകുന്നത് ഇടയ്ക്കിടയ്ക്ക്. ഇന്നത്തെ മലയാളം മിഷൻ മുംബൈ ചാപ്റ്ററിന്റെ കവിതാ പഠന കളരിയിലേക്ക് പ്രശസ്ത കവി ശ്രീ രാമൻ മാഷിനെ ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. സന്തോഷം. നമ്മുടെ ബാക്കിയുള്ള ഇത് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി സാറിന് ഡയറക്റ്റ് ക്ലാസ് പഠനകളരി തുടങ്ങാം. അതിനു മുമ്പ് 2 വാക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും പറയാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്ലാസ് നമുക്ക് തുടങ്ങാം. ഓക്കെ, തുടങ്ങാമല്ലോ അല്ലേ? തുടങ്ങാം. മുംബൈ മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മലയാളം മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കവിതാ പരിശീലന കളരി ലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഉള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കട്ടെ. കുട്ടികളോട് സംസാരിക്കുക, എഴുത്തിനെ കുറിച്ച്, കവിതയെക്കുറിച്ച് സംസാരിക്കുക എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ വളരെ വർഷങ്ങളായി അങ്ങനെ ചെയ്തു വരുന്ന ഒന്നാണത്. അത് ഏത് മാധ്യമത്തിൽ ആയാലും, നേരിട്ടുള്ള ക്യാമ്പുകളാണെങ്കിലും, അത് ഇപ്പോൾ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്.
എന്തായാലും ശരി, വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന കുട്ടികൾ, ധാരാളം പേർ കുട്ടികളായിരിക്കും കൂടുതൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. എഴുതാൻ താല്പര്യമുള്ള, മാതൃഭാഷയോട് സ്നേഹമുള്ള, ഇഷ്ടമുള്ള, മാതൃഭാഷയിൽ എഴുതാനും സംസാരിക്കാനും അത് പലതരത്തിൽ പ്രയോഗിക്കാനും ഒക്കെ ആഗ്രഹമുള്ള ധാരാളം കുട്ടികൾ ഈ മലയാളം മിഷന്റെ ഈ ക്യാമ്പിൽ തന്നെ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളോട് ഇങ്ങനെയെങ്കിലും സംസാരിക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. തടസ്സമൊന്നും ഇല്ലാതെ കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ശരി, ഇന്നത്തെ ഈ ചടങ്ങ് തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. ഞാൻ എൻ്റെ ഒരു അസൗകര്യം കൊണ്ടാണ് നേരത്തെ എനിക്ക് കയറാൻ കഴിയാതെ പോയത്. 7 മണി എന്നൊരു സമയമായിരുന്നു എൻ്റെ മനസ്സിൽ, അതുകൊണ്ടാണ് വൈകിയത്, ക്ഷമിക്കുക. ഇതിനു മുന്നോടിയായിട്ട് നിങ്ങൾ അയച്ചു തന്ന കുട്ടികൾ ചൊല്ലിയ ചില കവിതകളൊക്കെ ഞാൻ കേട്ടു. ഞാൻ തന്നെ പറഞ്ഞിരുന്നു എന്നോട് സംസാരിച്ചപ്പോൾ ഇതിന്റെ ഭാരവാഹികളോട്, കുട്ടികൾ എഴുതിയ കവിതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മുൻകൂട്ടി കിട്ടിയാൽ നന്നായിരിക്കും എന്ന്. പക്ഷെ അങ്ങനെ കുട്ടികൾ എഴുതിയ കവിതകൾ കൂടുതലായിട്ട് എനിക്ക് കിട്ടിയില്ല. കുറെ കുട്ടികൾ ചേർന്ന് എഴുതിയ ഒരു കവിത മാത്രമാണ് എനിക്ക് കിട്ടിയത്. അത് ഞാൻ ശ്രദ്ധയോടെ വായിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. എന്തായാലും ശരി, നിങ്ങൾ മുംബൈയുടെ പല ഭാഗങ്ങളിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ തന്നെ പല ഭാഗങ്ങളിൽ താമസിക്കുന്ന കുട്ടികളാണ്. മലയാളി വേരുകളുള്ള കുട്ടികളാണ്, മലയാളികൾ ആണ്. മലയാള ഭാഷ വീട്ടിൽ സംസാരിക്കുന്നവരാണ്. ഒരുപക്ഷെ പുറത്തിറങ്ങിയാൽ മറാത്തിയോ അല്ലെങ്കിൽ ഹിന്ദിയോ ഒക്കെ, ഇംഗ്ലീഷും ഒക്കെ കൈകാര്യം ചെയ്യുന്നവരാണ് നിങ്ങൾ. മലയാളം സംസാരിക്കാൻ മാത്രം അറിയുന്ന കുട്ടികളുമുണ്ട്, നന്നായി സംസാരിക്കും, പക്ഷെ എഴുത്ത് വശമില്ലാത്ത കുട്ടികളുമുണ്ട്. എന്തായാലും മലയാളം മിഷൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഉള്ള മലയാളികൾ, പ്രത്യേകിച്ച് ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് വേണ്ടി കഴിഞ്ഞ കുറെ കാലമായി നടത്തുന്ന പ്രവർത്തനം വളരെ വലുതാണ്. മലയാളി വിദ്യാർത്ഥികൾക്ക്, മലയാളി കുട്ടികൾക്ക് മലയാളം പഠിപ്പിക്കുക, മലയാളം എഴുതാൻ അറിയാത്ത കുട്ടികളെ മലയാളം എഴുതാനും സംസാരിക്കാൻ പ്രയാസമുള്ളവരെ സംസാരിക്കാനും ഒക്കെ അത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും, സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ മലയാളം മിഷൻ ലോകമെമ്പാടും നടത്തുന്നത് എനിക്കറിയാം. ഞാൻ തന്നെ മലയാളം മിഷന്റെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും ശരി, മുംബൈയിൽ ഇങ്ങനെ മലയാളി വിദ്യാർത്ഥികൾ, മറ്റു ഭാഷകൾ ഹിന്ദിയും മറാത്തിയും ഇംഗ്ലീഷും ഒക്കെ നന്നായി കൈകാര്യം ചെയ്യുന്ന വിദ്യാർത്ഥികൾ, എന്നാൽ അതേസമയം വീട്ടിലെത്തിയാൽ വീട്ടിൽ മലയാളം സംസാരിക്കുന്നവരാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള മാതൃഭാഷയുടെ വേര് നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ നമ്മളെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഇംഗ്ലീഷിലായിരിക്കാം നിങ്ങൾക്ക് എഫിഷ്യൻസി ഉള്ളത്, പ്രാഗൽഭ്യമുള്ളത്, അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കാം, അല്ലെങ്കിൽ മറാത്തിയിലായിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മാതൃഭാഷയുടെ ഒരു തായ്വേര് നമ്മുടെ ഉള്ളിലുണ്ട്. ആ തായ്വേര് ഒന്ന് തൊട്ടറിയുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട്, ഈ കുറച്ച് സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഒരു അരമണിക്കൂർ ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ അരമുക്കാൽ മണിക്കൂർ ക്ലാസ് കൊണ്ട് കവിത എഴുതാൻ പഠിക്കലൊന്നും എളുപ്പമുള്ള കാര്യമല്ല. ഒരു കവിത എങ്ങ് എഴുതാം എന്ന്, അതല്ല നമ്മുടെ ലക്ഷ്യം, അതല്ല ഒരിക്കലും നമ്മുടെ ലക്ഷ്യം. മലയാള ഭാഷയുടെ നമ്മുടെ ഉള്ളിലുള്ള ആ തായ്വേര് തൊട്ടറിയുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ഉള്ളിലുള്ള സ്വപ്നങ്ങളും നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള അനുഭൂതികളുമൊക്കെ നമ്മുടെ ഭാഷയിൽ പറയാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മുടെ ഭാഷയിൽ പറയാൻ കഴിയുക, നമ്മുടെ ഭാഷ നമ്മുടെ ആത്മാവിന്റെ ഭാഷയിൽ പറയാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആത്മാവിന്റെ ഭാഷ പലപ്പോഴും മാതൃഭാഷയാണ്. മറ്റു പല ഭാഷകളും ഉണ്ട് എന്നിരിക്കിൽ പോലും ആത്മാവിന്റെ ഭാഷ എന്ന് പറയുന്നത് മാതൃഭാഷയാണ്. അത് ഏത് നാട്ടിൽ ജനിച്ച ആളായാലും അയാളുടെ മാതൃഭാഷ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. മലയാളത്തിന് പ്രത്യേകിച്ച് ഒരു മഹത്വമൊന്നുമില്ല. തമിഴ്നാട്ടിൽ ജനിച്ച ആൾക്ക് തമിഴായിരിക്കും, അത് മഹാരാഷ്ട്രയിൽ ജനിച്ച് വളർന്നയാൾക്ക് മറാത്തി ആയിരിക്കും, അത് അത്രയേ ഉള്ളൂ. അങ്ങനെ കാണേണ്ടതുള്ളൂ. എന്തായാലും ശരി, നിങ്ങൾ എഴുതിയ ലൂഫിയെ കുറിച്ചുള്ള കവിത ഞാൻ വായിച്ചു.
അതിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. ഒരു 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 കൂട്ടം കുട്ടികൾ ചേർന്ന് പൂരിപ്പിച്ച പോലുള്ള ഒരു രചനയായിരുന്നു അത്. ഒരു നായയെ കുറിച്ചാണ്. ലൂഫി എന്നൊരു ലൂഫി എന്ന് തന്നെയാണ് പേരെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെ? ലൂഫി അത് എഴുതിയ കുട്ടികളിവിടെ ഉണ്ടാവും. അവർക്ക് പരിചയമുള്ള ഒരു വളർത്തു നായയെ കുറിച്ച് എഴുതിയ ഒരു കുട്ടിക്കവിത പോലെ ഉള്ള കുറച്ച് വരികളാണ്. അപ്പൊ അതില് ആ നായയെ കാണുന്നതാണ് ഒരു വസ്തു, ഒരു ജീവി, അവർക്ക് ഇഷ്ടമുള്ള ഒരു ജീവിയെ അവർ കാണുന്നു. ആ കണ്ടതിനെ വിവരിക്കുകയാണ് ഇവിടെ, കണ്ടതിനെ വിവരിക്കുകയാണ്. അപ്പൊ ആ നായയുടെ പല പ്രത്യേകതകൾ പറയുന്നുണ്ട്, കാണാനുള്ള പ്രത്യേകത പറയുന്നുണ്ട്, സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്, അതിന്റെ നിറത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ ആകൃതിയുടെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അങ്ങനെ ആ നായയെ വർണ്ണിക്കുകയാണ്, നമ്മൾ വർണ്ണിക്കാന്ന്, അല്ലെ? ആ നായയുടെ പല സ്വഭാവ സവിശേഷതകളും വർണ്ണിക്കുകയാണ് കുട്ടികൾ ചെയ്തത്. അത് വായിച്ചപ്പോൾ അത് എഴുതിയത് ചെറിയ കുട്ടികളാണ് എന്ന് തന്നെ ആണ് ഞാൻ വിചാരിക്കുന്നത്. ചെറിയ കുട്ടികൾ എഴുതിയ, ചെറിയ UP തലത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എഴുതിയ ഒരു കവിതയാണ് അതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കണ്ടറിയൽ എന്ന് പറയുന്നത് എഴുത്തിന്റെ ആദ്യത്തെ ഒരു പടിയാണ്. എഴുത്തിന്റെ ആദ്യത്തെ, അതുകൊണ്ട് നിങ്ങളുടെ വഴി ശരിയായ വഴിയാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഇങ്ങനെ തന്നെയാണ് തുടങ്ങേണ്ടത്. ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ, ഒരു കാഴ്ചയെ കാണുന്നു, അറിയുന്നു. പെറ്റു വീഴുന്ന ഒരു കുട്ടി, ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് ചുറ്റുമുള്ള കാര്യങ്ങൾ അറിയുന്നത്, ഈ ലോകത്തെ അറിയുന്നത് എങ്ങനെയാ? കണ്ണുകൾ കൊണ്ട് കണ്ടാണ്. കാഴ്ച മാത്രമല്ല, അല്ലെ? കണ്ണുകൾ കൊണ്ട് കാണുന്നു, കാതുകൾ കൊണ്ട് കേൾക്കുന്നു, മൂക്ക് കൊണ്ട് മണക്കുന്നു. മണമൊക്കെ വളരെ പ്രധാനമാണ്, വളരെ ചെറുതിൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോ അമ്മയുടെ മുലപ്പാലിന്റെ മണം കൊണ്ടായിരിക്കാം ഒരു പക്ഷെ കുഞ്ഞ് അമ്മയെ തന്നെ തിരിച്ചറിയുന്നത്. കണ്ണൊക്കെ ഉറച്ചു വരാൻ സമയമെടുക്കും, അതിനു മുമ്പ് മണമുണ്ട്. അതേപോലെ തൊട്ടറിയാം, അല്ലെ? തൊട്ടറിയാം. ഇങ്ങനെ കണ്ടും കേട്ടും മണത്തും രുചിച്ചും തൊട്ടും ഉള്ള അറിവ് 5 ഇന്ദ്രിയങ്ങളിലൂടെ, അല്ലെ? പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ പറയും. കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ത്വക്ക്, തൊലിയാണ് സ്പർശം, ടച്ചിങ്, അല്ലെ? ടച്ച് ചെയ്യുന്ന സ്പർശനേന്ദ്രിയമാണ്. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ഭൂമിയിൽ പെറ്റുവീഴുന്ന ഒരു കുഞ്ഞ് ലോകത്തെ അറിയുന്നത്. ചുറ്റുമുള്ളവരൊക്കെ ഇത് അമ്മയാണ് എന്നറിയുന്നത്, അല്ലെങ്കിൽ ഇത് തനിക്ക് ഇഷ്ടമുള്ള ഒരു വസ്തുവാണ് എന്ന് കുഞ്ഞ് അറിയുന്നത്. ഇങ്ങനെയാണ്. അപ്പോ ഈ ഭൂമിയിലെ ഏത് അനുഭവവും ഇന്ദ്രിയങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളുടെ വാതിൽ കടന്നാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത്. സത്യമാണല്ലോ. 5 ഇന്ദ്രിയങ്ങളുടെ വാതിൽ കടന്നാണ് ഈ ഭൂമിയിലെ ഏത് അനുഭവവും മനുഷ്യന്റെ ഉള്ളിലേക്ക് എത്തുന്നത്. ഇത് തന്നെയാണ് എഴുത്തിലെയും വളരെ പ്രാഥമികമായ ഒരു പാഠം എന്ന് എനിക്ക് തോന്നാറുണ്ട്. കവിത എഴുതാൻ തുടങ്ങുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു പാഠം, ഇന്ദ്രിയവേദ്യമായി ഇന്ദ്രിയങ്ങളെ കണ്ണുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് എഴുതുമ്പോൾ കാണാൻ പാകത്തിന് എഴുതുക, അല്ലെങ്കിൽ തൊട്ടറിയാവുന്ന തരത്തിൽ എഴുതുക, കണ്ടറിയാവുന്ന തരത്തിൽ എഴുതുക, കേട്ടറിയാവുന്ന തരത്തിൽ എഴുതുക, മണത്തറിയാവുന്ന തരത്തിൽ എഴുതുക. വസ്തുവിനെ കുറിച്ച് നിങ്ങൾ എഴുതുകയാണെങ്കിൽ അതിന്റെ രൂപം നിങ്ങൾ വിവരിക്കണം, വിശദമായി, ആവുന്നത്ര വിശദമായിട്ട് വിവരിക്കണം. അതിൻ്റെ മണത്തെക്കുറിച്ച് പറയണം, അതിൻ്റെ ശബ്ദത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയണം, അതിനെ തൊടുമ്പോഴുള്ള അനുഭവം പറയണം, അതിൻ്റെ രുചി അറിയണം. അങ്ങനെ അറിഞ്ഞ് ആ വസ്തുവിനെ വിവരിക്കുമ്പോൾ
അത് വായിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ആ രൂപം വളരെ കൃത്യമായിട്ട് കടന്നു ചെല്ലും. എന്നുവെച്ചാൽ ഞാൻ ഒന്നുകൂടി പറയാം, പെറ്റു വീഴുന്ന ഒരു കുട്ടി ലോകത്തെ എങ്ങനെയാണോ അറിയുന്നത് അതുപോലെയാണ് നിങ്ങൾ എഴുതുന്ന ഒരു കവിത വായിക്കുന്നയാളുടെ മനസ്സിൽ എത്തുന്നത്. നിങ്ങൾ എഴുതുന്ന ഒരു കവിത എന്ന് പറഞ്ഞുള്ളൂ, ഏതെഴുത്തും വായിക്കുന്നയാളുടെ മനസ്സിലേക്ക് കടക്കുന്നത് ഇതേ പ്രക്രിയയിലൂടെയാണ്. വായിക്കുന്ന ആൾക്ക്, ഞാൻ ഇപ്പോൾ ഒരു കവിത വായിക്കുകയാണെന്ന് ഇരിക്കട്ടെ, എനിക്ക് കാണുന്ന പോലെ തോന്നണം, അല്ലെങ്കിൽ എനിക്ക് കേൾക്കുന്ന പോലെ തോന്നണം, അല്ലെങ്കിൽ മണം ഇങ്ങനെ വരണം. ഇപ്പൊ ഒരു മുല്ലപ്പൂവിനെ കുറിച്ച് കവി എഴുതുകയാണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു റോസാപ്പൂവിനെ കുറിച്ച് എഴുതുകയാണെന്ന് വിചാരിക്കുക. ആ പനിനീർപ്പൂവിന്റെ നിറവും പനിനീർപ്പൂവിന്റെ മണവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് കവി റെഡ് 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 റോസ് എന്ന് എഴുതിയത്. സ്നേഹത്തെ കുറിച്ച് ആണ് പറയുന്നത്, പക്ഷെ അവിടെ സ്നേഹം മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് 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 റോസ്, ഒരു തുടുന്നനെ എന്ന് പറയില്ലേ, ആ റെഡ് എന്നുള്ളതിന്റെ ആവർത്തനമാണ്. പനിനീർപ്പൂവിന്റെ തുടുപ്പ്, ചുവന്ന നിറം വായിക്കുന്നവരുടെ മനസ്സിലങ്ങ് പതിയാൻ വേണ്ടിയാണ്. ഒരു റെഡ് പോരാ, റെഡ് 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 എന്ന് ആവർത്തിച്ചത്. അപ്പൊ ഇങ്ങനെ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ മണം, ആ പൂവിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ മണം നമ്മുടെ ഉള്ളിലേക്ക് വരണം. ഇങ്ങനെ ഏത് അനുഭവത്തെയും ഇന്ദ്രിയവേദ്യമായി എഴുതുക എന്നുള്ളതാണ് എഴുത്തിൽ. കവിത എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ആദ്യം പരിശീലിക്കേണ്ട ഒരു പരിശീലന മുറ എന്ന് ഞാൻ പറയും. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അതാണ്. എന്ത് കാര്യത്തെക്കുറിച്ച് ഇപ്പൊ ഒരു പരിശീലന കളരിയാണ് എങ്കിൽ, ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ആണ് സംസാരിക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഞാൻ നിങ്ങൾ കണ്ട ഒരു കാഴ്ചയെ കുറിച്ചൊന്ന് എഴുതാൻ പറയും. നിങ്ങൾ കണ്ട ഒരു കാഴ്ചയെ കുറിച്ച് ഒന്ന് ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരിക്കും. അങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾ കണ്ട മറക്കാനാവാത്തൊരു ചെറുതോ വലുതോ ഒക്കെ ആവട്ടെ ഒരു കാഴ്ച മനസ്സിൽ കാണും. ആ കാഴ്ചയെ കുറിച്ച് എന്താണ് കണ്ടത് എന്ന് ഒന്ന് ആലോചിക്കുക. എന്നിട്ട് അതിലൊരു ചെറിയ അംശം പോലും വിട്ടുപോകാത്ത തരത്തിൽ സൂക്ഷ്മമായിട്ട് അതൊന്ന് എഴുതി നോക്കൂ. നിങ്ങൾ കണ്ട കാഴ്ച വിശദമായിട്ട്, സൂക്ഷ്മമായിട്ട്, ചെറിയ കാഴ്ചയായിരിക്കാം അത്. ചിലപ്പോൾ തെരുവിൽ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾ നടന്നു പോകുന്നതിനിടയിൽ, അല്ലെങ്കിൽ വണ്ടിയിൽ വാഹനത്തിൽ പോകുന്നതിനിടയിൽ റോഡ് സൈഡിൽ കണ്ട ഒരു മിന്നി മാഞ്ഞ ഒരു ദൃശ്യമായിരിക്കാം, അല്ലെ, മിന്നി മാഞ്ഞു പോയൊരു കാഴ്ചയായിരിക്കാം. അതേ കുറിച്ചാവാം നിങ്ങൾ എഴുതുന്നത്. അത് സൂക്ഷ്മമായിട്ട് എഴുതൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന മുറിയിലെ ഫ്ലവർ വേസിനെ കുറിച്ചായിരിക്കാം നിങ്ങൾ എഴുതുന്നത്. നന്നായിട്ട് കണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടല്ലോ, കണ്ട കാഴ്ച. അത് എന്തോ ആവട്ടെ, എക്സ് ഓർ വൈ, ഏതോ ഒരു കാഴ്ച, എന്തോ ആവാം, നല്ലതോ ചീത്തയോ ഒക്കെ ആവാം. നിങ്ങളുടെ മനസ്സിൽ തങ്ങിയ ഒരു ദൃശ്യം, അതിന്റെ ഒരു അംശവും വിട്ടുപോകാത്ത തരത്തിൽ വായിക്കുന്നവർക്ക് പോലും കണ്ട പോലെ തോന്നണം. അങ്ങനെ അതൊന്ന് എഴുതി നോക്കൂ. ഒരു 10 മിനിറ്റ് സമയം തരാം. ഇതിപ്പോ ഞാൻ ചെയ്യിക്കുന്നില്ല കേട്ടോ, ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ ചെയ്യിക്കുന്നില്ല. നിങ്ങളത് ചെയ്തു നോക്കൂ കേട്ടോ. ഇത് കഴിഞ്ഞാൽ, ഈ ഒരു അരമണിക്കൂർ സമയത്തെ ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന ഒരു പരിശീലനമാണിത്. കണ്ട ഒരു കാഴ്ചയെ കുറിച്ച് ഒന്ന് എഴുതാം. അതേപോലെ തന്നെ കേട്ട ഒരു ശബ്ദത്തെ കുറിച്ച് എഴുതുക. കേട്ട ഒരു ശബ്ദം, ഒരു ശബ്ദം നിങ്ങൾ കേട്ടു. ഇപ്പോ സുഗതകുമാരി ടീച്ചറുടെ ഒരു കവിതയുണ്ട്, കടലിരമ്പം എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. ആ കടലിരമ്പം എന്നുള്ള കവിതയില് ഒരു രാത്രി സമയത്ത് കവി കടലിന്റെ തീരത്ത് പോയിട്ട് ഇരിക്കുകയാണ്.
കടലിന്റെ തീരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ കടലിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുക, കടലിന്റെ ശബ്ദം അങ്ങനെ കടലിങ്ങനെ എരമ്പുന്നത് കേൾക്കാം. ഒറ്റയ്ക്ക് ഇരുട്ടത്ത് അത് കേട്ടിരിക്കുമ്പോ കരച്ചിൽ വരികയാണ്. എന്തിനെന്നറിയാതെ കരച്ചിൽ വരികയാണ്. സുധുമ ടീച്ചർ അവിടെ എഴുതുന്നത് ഇങ്ങനെയാണ്: ഒരു 100 കൊല്ലം കഴിഞ്ഞു വന്നെത്തിയിടുമിരവിലും കടലിതേ മട്ടിരമ്പും, ഇതുപോലെ അന്നും ഉറക്കം വരാത്തവർ അതു കേട്ടു കേട്ടുറങ്ങാതെ വാഴും. ഉപധാനമോ മുഖം ചേർക്കുകിൽ പെട്ടെന്ന് കടൽ വിരൽ തൊട്ട പോലെ, ഇതുപോലെ ഇതുപോലെ ഇന്നുപോലെ, ഇതുപോലെ ഇതുപോലെ ഇന്നുപോലെ. കടലിന്റെ പാട്ട് കേട്ടിരിക്കുമ്പോ കവിക്ക് തോന്നുകയാണ് ഇതുപോലെ 100 കൊല്ലം കഴിഞ്ഞാൽ അന്നും ഇതേപോലെ ഞാനിപ്പോ ഈ രാത്രി ഒറ്റയ്ക്ക് കടൽ തീരത്തിരുന്ന് കടലിന്റെ ശബ്ദം തിരയടി കേൾക്കുന്നത് പോലെ 100 കൊല്ലം കഴിഞ്ഞാൽ അന്നും മനുഷ്യർ ഇതേപോലെ കടൽ തീരത്ത് വന്നിരുന്നത് കേൾക്കും. ഇന്ന് എനിക്ക് ഈ കടലിരമ്പം കേട്ട് കരച്ചിൽ വരുന്നത് പോലെ അന്നും മനുഷ്യർ കരയും എന്നാണ് പറയുന്നത്. അന്നും മനുഷ്യർ കരയും. കരയും എന്നല്ല കവി പറയുന്നത്, തലയണയിൽ മുഖം ചേർത്ത് രാത്രി കിടക്കുമ്പോ ഈ കടലിരമ്പവും കേട്ട് തലയണയിൽ മുഖം ചേർത്ത് ഇങ്ങനെ കിടക്കുമ്പോ കടലിന്റെ വിരല് തൊട്ടതുപോലെ ഒരു കണ്ണീർച്ചാല്. ഉപധാനമോ, ഉപധാനം എന്ന് വെച്ചാൽ തലയണ, ഉപധാനമോ മുഖം ചേർക്കുകിൽ പെട്ടെന്ന് കുതിരും കടൽ വിരൽ തൊട്ട പോലെ. കടൽ അതിന്റെ വിരൽ കൊണ്ടൊന്നിനെ തൊട്ടതുപോലെ ഒരു കണ്ണീർച്ചാല് കവിളിലൂടെ ഇങ്ങനെ ഒഴുകി വരും എന്നാ പറയുന്നത്. അപ്പോൾ ഞാനിത് ഉദാഹരിച്ചത് ഈ ഒരു സൗണ്ടിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്, കേട്ടൊരു ശബ്ദത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആ ആവിഷ്കരിക്കുന്ന രീതിയിൽ ശബ്ദം മാത്രമല്ല, ദൃശ്യം കൂടിയുണ്ട്, ദൃശ്യവും സ്പർശവും ഒക്കെ ഉണ്ട്. കടൽ അതിന്റെ വിരൽ കൊണ്ട് ഇങ്ങനെ തൊട്ടതുപോലെ ആ തൊടുന്ന അനുഭവമാണ്. അപ്പൊ കണ്ടോ, ഒരു അനുഭവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി സുഗതകുമാരിയെ പോലെ വലിയൊരു എഴുത്തുകാരി ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് തൊട്ടറിയാവുന്ന തരത്തിൽ എഴുതുക, അവതരിപ്പിക്കുക എന്നത്. കാണുന്നത് പോലെയും കേൾക്കുന്നത്. ഇവിടെ ഞാൻ ഈ ചൊല്ലിയ കവിതയില് ശബ്ദവും സ്പർശവുമാണ് പ്രധാനമായിട്ട് ഉള്ളത്. ശബ്ദവും സ്പർശവുമാണ്. കാഴ്ച സാധാരണയായിട്ട് നമ്മൾ കവിതയിൽ കാണുക കാഴ്ചകളാണ് കൂടുതലായിട്ട്. കാഴ്ചകൾ ആണ് കൂടുതലായിട്ട്. എന്തിനെ കുറിച്ച് കവികളുടെ വർണ്ണനകളൊക്കെ കാഴ്ചകളെ കുറിച്ചാണ്. ഏത് കവിത എടുത്തു നോക്കിക്കഴിഞ്ഞാലും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ ഉണ്ടാവും അല്ലെ. വിശദമായിട്ട് സൂക്ഷ്മമായിട്ട് എഴുതുക എന്നുള്ളത് തന്നെ. അപ്പോ നിങ്ങളുടെ മുന്നിലുള്ള ഒരു വസ്തുവിനെ സൂക്ഷ്മമായി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ, അനുഭവിപ്പിച്ചു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു എഴുത്തുകാരനായി എന്ന് പറയാം. ഇതാണ് എഴുത്തുകാരന് വേണ്ട ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ഗുണം. അപ്പൊ ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം. എഴുത്തുകളരിയാണല്ലോ. എങ്ങനെ മലയാളത്തിൽ ഏറ്റവും നന്നായി എഴുതാം എന്നുള്ളത്. മലയാളം എന്നല്ല, ഏത് ഭാഷയിലാണെങ്കിലും ഞാൻ ഈ പറഞ്ഞത് ശരി തന്നെയാണ് എന്നതാണ് നമ്മുടെ വിഷയം. അപ്പോ ഏറ്റവും പ്രാഥമികമായി നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, എന്തിനേയും കൺമുന്നിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ കേൾക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് വേറൊരാൾ വായിക്കുന്ന ആൾക്കും അതേ അനുഭവം കിട്ടത്തക്ക തരത്തിൽ വിവരിക്കുക. ഇതാണ് ഏതെഴുത്തിൻ്റെയും പ്രാഥമികമായിട്ടുള്ള ഒരു തലം. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ ഒരാശയം. ഈ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ എഴുതുമ്പോ അങ്ങനെ നമ്മൾ കണ്ടൊരു കാഴ്ചയെക്കുറിച്ച് എഴുതും, അല്ലെങ്കിൽ കേട്ടൊരു ശബ്ദത്തെക്കുറിച്ച് നമ്മൾ എഴുതും. അങ്ങനെ എഴുതുമ്പോ അത് ഏത് ഭാഷയിൽ എഴുതും, എങ്ങനെ എഴുതും, ഏത് ശൈലിയിൽ എഴുതും? ഏത് ഭാഷയ്ക്കും അതിൻ്റെതായ ഒരു താളമുണ്ട്.
ഏത് ഭാഷയ്ക്കും അതിൻ്റെതായ ഒരു താളം. അത് ഇംഗ്ലീഷിന്റെ താളമായിരിക്കില്ല മലയാളത്തിൽ, അല്ല ഇംഗ്ലീഷിന്റെ താളമല്ല മലയാളത്തിന്റെ, അതല്ല ഹിന്ദിയുടെ. അതുകൊണ്ടാണ് ഓരോ ഭാഷ കേൾക്കുമ്പോഴും നമുക്ക് ഓരോ തരം സംഗീതാനുഭവം ഉണ്ടാവും. ഭാഷയ്ക്ക് സംഗീതമുണ്ട്. സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ അതിനകത്ത് അതിൻ്റെ ഒരു മ്യൂസിക് നമുക്ക് അനുഭവപ്പെടും. ഓരോ ഭാഷയ്ക്കും ഓരോന്നാണ്. ഒരേ കുടുംബത്തിൽപ്പെട്ട ഭാഷകൾക്ക് ഒരേ സ്വഭാവം ഉണ്ടാവും. ഇപ്പൊ മലയാളത്തിനും തമിഴിനും കന്നഡത്തിനും തെലുങ്കിനുമൊക്കെ അതെല്ലാം ഒരേ കുടുംബത്തിൽപ്പെട്ട ഭാഷകളായതുകൊണ്ട് ഈ ഭാഷകൾക്കൊക്കെ സംസാരിച്ച് കേൾക്കുമ്പോൾ ചില പൊതു സ്വഭാവങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ഉത്തരേന്ത്യൻ വടക്കേന്ത്യയിലെ ഭാഷകൾക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടാവും. അവയ്ക്ക് തമ്മിൽ തന്നെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയിൽ ഓരോ ഭാഷയ്ക്കും ഓരോ റിഥമുണ്ട്, ഓരോ താളമുണ്ട്, ഓരോ അടിസ്ഥാന താളമുണ്ട്. ആ താളം ഉണ്ടാക്കുന്നത് ഭാഷയുടെ വ്യാകരണ ഘടനയാണ്, ഭാഷയുടെ ഘടനയാണ് ആ താളം ഉണ്ടാക്കുന്നത്. മലയാളത്തിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് പൊതുവെ ഒരു കുറച്ച് അയഞ്ഞ ഘടന. ഇപ്പൊ സരോജിനിയുടെ വീട്ടിലെ കല്യാണം എന്ന് മലയാളി പറയും. സരോജിനിയുടെ വീട്ടിലെ കല്യാണത്തിന് ഞാൻ പോയി. ഇന്ന് എനിക്ക് കല്യാണം ഉണ്ടായിരുന്നു, സരോജിനിയുടെ വീട്ടിലെ കല്യാണം. തമിഴരാണെങ്കിൽ തമിഴിന്റെ രീതി അതിനെ ചേർത്ത് പറയല. സരോജിനി വീട്ടിൽ കല്യാണം അവൻ ഒറ്റ പ്രയോഗാക്കുന്നു. സരോജിനി വീട്ടിൽ കല്യാണത്തിക്ക് പോണം, സരോജിനിയുടെ വീട്ടിലെ കല്യാണത്തിന് പോണം എന്നർത്ഥം. അപ്പൊ തമിഴിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു ഘടന എന്ന് പറയുന്നത് മുറുക്കത്തിൻ്റെതാണ്. നേരെ മറിച്ച് മലയാളം താരതമ്യേന ആയമുള്ള ഒരു ഘടന മലയാളത്തിന്റെ. അതുകൊണ്ട് മലയാളത്തിൽ നിങ്ങൾ എഴുതുമ്പോൾ ലേശം ഒരു ലൂസ് സ്ട്രക്ചർ, ഒരു അയഞ്ഞ ഘടന അതിനുണ്ടാവും. ആ അയഞ്ഞ ഘടനയെ പരമാവധി മുറുക്കാൻ വേണ്ടിയാണ്, മുറുക്കാൻ താളങ്ങൾ നമ്മളെ സഹായിക്കും. ചെറിയ ചെറിയ താളങ്ങൾ. ഇപ്പൊ താളങ്ങളൊക്കെ കുട്ടിക്കാലത്ത്, ഈണങ്ങളും താളങ്ങളും ഒക്കെ കുട്ടിക്കാലത്ത് നമ്മൾ പഠിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് നേരിട്ടാണ്. പ്രകൃതിയിൽ നിന്ന് നേരിട്ടാണ് ഈ ഭാഷയുടെ താളം നമ്മുടെ മനസ്സിൽ വരുന്നത്, പ്രകൃതിയിൽ നേരിട്ടാണ്. അല്ലാതെ കാണാപ്പാടം പഠിച്ചുണ്ടാക്കുന്നൊന്നുമല്ല. ഇത് നഗരങ്ങളിൽ ജീവിക്കുന്നവർക്കും ഒക്കെ അതേ അനുഭവം ഉണ്ടാവും, ഓരോ തരത്തിലാവുന്നു മാത്രം. അപ്പൊ ഞാനൊക്കെ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. നാട്ടിൻപുറത്തെ ചില അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് എനിക്ക് പറയാൻ കഴിയുക ഇതേ കാര്യം. ഇപ്പൊ ചില പക്ഷികളുടെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ, ഇപ്പൊ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിഷുപ്പക്ഷി വരും. ഈ വിഷുപ്പക്ഷിയുടെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ കുട്ടികൾ പറയും, അതിനെ അനുകരിച്ചുകൊണ്ട് കള്ളൻ ചക്കേട്ടു കണ്ടാ വിണ്ടണ്ട കൊണ്ടു തിന്നോട്ടെ എന്നൊക്കെ പറയും. അതിന്റെ ശബ്ദത്തെ അനുകരിച്ച് അതേപോലെ താളം ഉണ്ടാക്കണം. കള്ളൻ ചക്കേട്ടു കണ്ടാ മിണ്ടണ്ട. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, വൈലോപ്പിള്ളിയുടെ ഒരു പ്രസിദ്ധമായ കവിത തന്നെയുണ്ട് ഇതേ താളത്തിൽ. പുത്തൻ വരിഷത്തിൽ പുലരിക്കണി കാണാൻ എത്തും കിളിപാടി വിത്തും കൈക്കോട്ടും. ഇതേ താളത്തിലാണ്, വിഷുപ്പക്ഷിയുടെ കൂവലിന്റെ താളത്തിലാണ്, കുട്ടികൾ അനുകരിച്ച് പാടുന്ന കള്ളൻ ചക്കേട്ടു എന്നുള്ള താളത്തിലാണ് വൈലോപ്പിള്ളി വിത്തും കൈക്കോട്ടും എന്ന കവിത എഴുതിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇന്ന് ആ കവിത ചൊല്ലുമ്പോൾ അങ്ങനെയല്ല ചൊല്ലുമ്പോൾ അതിനെ വിടർത്തി, പുത്തൻ പരിഷത്തിൻ പുലരിക്കണി കാണാൻ എത്തും കിളിപാടി വിത്തും കൈക്കോട്ടും ഒത്തുനിരക്കട്ടെ വിത്തും കൈക്കോട്ടും. അങ്ങനെയാണ് നമ്മൾ അതിനെ വലുതാക്കുക. സംഗതി ഇത്രയേ ഉള്ളൂ, പുത്തൻ പരിഷത്തിൻ പുലരിക്കണി കാണാൻ എത്തും കിളിപാടി വിത്തും കൈക്കോട്ടും. ഇത്രയേ ഉള്ളൂ സംഗതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായൊരു താളം. അത് ചൊല്ലുമ്പോൾ പുത്തൻ പരിഷത്തിൻ പുലരിക്കണി കാണാൻ എത്തും കിളിപാടി വിത്തും കൈക്കോട്ടും ഒത്തുനിരക്കട്ടെ വിത്തും കൈക്കോട്ടും.
അപ്പൊ നിങ്ങൾ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുള്ള ചെറിയ ആയപ്പോ കേട്ടിട്ടുള്ള നഴ്സറി പാട്ടുകളിലൊക്കെ ഈണം എടുത്തു നോക്കാം. അതിലൊക്കെ ഈ വളരെ അടിസ്ഥാനപരമായ ഭാഷയുടെ ഈണം ഉണ്ട്. ഇംഗ്ലീഷ് പാട്ടുകളാണെങ്കിൽ ഇംഗ്ലീഷിന്റെ ആ റൈമിങ് ആവും വരിക. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അല്ലെ, ഇതായിരിക്കും വരിക. അതേ ഈണത്തിലാണ് വില്യം ബ്ലേക്കിന്റെ ടൈഗർ ടൈഗർ ബേണിംഗ് ബ്രൈറ്റ് എന്നുള്ള കവിത വരുന്നത്. ടൈഗർ നിങ്ങൾ അത് കുട്ടികൾക്ക് വായിച്ചാൽ തിരിയുന്ന ഒരു കവിതയല്ല, കുറച്ചുകൂടി മുതിർന്നവർക്ക് ആസ്വദിക്കാവുന്ന കവിതയാണ് വില്യം ബ്ലേക്കിന്റെ പ്രസിദ്ധമായ ദ ടൈഗർ എന്നുള്ള കവിത. പക്ഷെ ആ കുട്ടിക്കാലത്ത് കേട്ട ആ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നുള്ള ആ റൈമിങ് നമുക്ക് ആ കവിത വായിക്കുമ്പോൾ നമ്മളെ സഹായിക്കും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പോ മലയാളത്തിൻ്റെതായ നഴ്സറി പാട്ടുകൾ ഇപ്പോ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പൂച്ച നല്ല പൂച്ച, എന്ത് നല്ല പൂച്ച അല്ലെ. ഇതൊക്കെ ഭാഷയുടെ ഒരു വളരെ ബേസിക് ആയ മലയാളത്തിന്റെ ഒരു റിഥം, മലയാളത്തിന്റെ ഒരു താളം. പൂച്ച നല്ല പൂച്ച. അതുപോലെ കുട്ടികൾ കളിക്കുമ്പോൾ കുട്ടികളുടെ കളിക്കിടയിലൊക്കെ അവർ പറയുന്ന വായ്ത്താരികൾ, ഈ ഇത്തരം കളിക്കിടയിൽ പറയുന്ന വായ്ത്താരികളൊക്കെ തലമുറ മാറുന്നതിനനുസരിച്ച് അതിന്റെ വാക്കുകളും ഭാഷയൊക്കെ മാറും കേട്ടോ. അപ്പൊ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പാടിയിരുന്ന പാട്ടുകളാവണമെന്നില്ല ഇപ്പൊ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പൊ റിങ്ങ റിങ്ങ റോസ് എന്നൊക്കെ പാടുന്നത് കേട്ടിട്ടുണ്ട് ചെറിയ കുട്ടികള്. അത് ഇംഗ്ലീഷ് ആയിട്ടല്ല അവർ പാടുന്നത്. അതിന്റെ താളം എന്ന് പറയുന്നത് മലയാളത്തിന്റെ ഒരു താളം തന്നെയാണ്. ഈ റിങ്ങ റിങ്ങ എന്താണ് ആ വാക്കെന്ന് എനിക്ക് ആലോചിച്ചിട്ട് തിരിഞ്ഞിട്ടില്ല. കുട്ടികൾ പാടുന്നത് കേൾക്കാം. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കുട്ടികൾ നാരങ്ങപ്പാല്, ചൂട്ടയ്ക്ക് 2, ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ, അതൊരു താളമാണ്. അല്ലെങ്കിൽ ഈ എന്താണ്, അക്കുത്തിക്കുത്താന വരമ്പത്തക്കര നിക്കണ ചക്കിപ്പെണ്ണിന്റെ കയ്യോ കാലോ രണ്ടാലൊന്ന് തട്ടി മുട്ടി മലത്തിങ്കള. കുട്ടികൾ കളിക്കുമ്പോ ചൊല്ലുന്ന ഒരു താള ഒരു വായ്ത്താരിയാണ്. ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ എൻ്റെ കുട്ടിക്കാലത്ത് നിന്നുള്ള ചൊല്ലുകളാണ്. പുതിയ കുട്ടികൾക്ക് അതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എങ്കിലും സമാനമായ താളക്കെട്ടുകൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ താളക്കെട്ടുകളൊക്കെ ഈ എഴുത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ കണ്ട ഒരു കാഴ്ചയെ കുറിച്ചാണ് എഴുതുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ട ഒരു ശബ്ദത്തെ കുറിച്ചാണ് എഴുതുന്നത്. അത് എഴുതണതിന്റെ മുന്നേ ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരിക്കാൻ ഞാൻ പറഞ്ഞു, മറക്കരുത്. ധ്യാനിക്കാൻ വേണ്ടിയാണ്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ എഴുതുന്നത് അതൊന്ന് മനസ്സിൽ കാണാൻ വേണ്ടിയാണ്. മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഭാഷയിലേക്ക്, നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ നാവിന്റെ തുമ്പത്തുള്ള ഭാഷയിലേക്ക് നിങ്ങളത് കൊണ്ടുവരുന്നു. നിങ്ങൾ കണ്ടത് വിശദമായിട്ട് പകർത്തുന്നു, അല്ലെങ്കിൽ കേട്ടത് ഒട്ടും വിട്ടുപോകാതെ എന്താണ് കേട്ടതെന്ന് വിവരിക്കുന്നു. അങ്ങനെ വിവരിക്കുമ്പോൾ നിങ്ങൾ കുട്ടിക്കാലം മുതലേ നിങ്ങളുടെ കൂടെയുള്ള ഭാഷയുടെ താളം നിങ്ങളെ അതിന് സഹായിക്കുന്നു. ഇത്രയാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഓക്കെ, അപ്പൊ പരമാവധി ഇന്ദ്രിയവേദ്യമായി എഴുതുക 1. 2, താളം, ഭാഷയുടെ താളം മനസ്സിലാക്കിക്കൊണ്ട് എഴുതുക. ആ ഭാഷയുടെ താളം എന്ന് പറയുമ്പോൾ ഈണത്തിൽ എഴുതണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഈണത്തിൽ എഴുതണം എന്നൊന്നുമല്ല. ഭാഷയ്ക്ക് അടിസ്ഥാനപരമായ റിഥമുണ്ട്. ആ താളം എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് നിങ്ങൾ പരിചയിച്ച ഇത്തരത്തിലുള്ള എന്താ പറയാ താളങ്ങൾ തന്നെയാണ്. അത്തരം താളക്കെട്ടുകൾ പിടിച്ചുകൊണ്ട് അതിന്റെ ഒരു ചായ്വിൽ നിങ്ങൾ എഴുതുക. ഇനി മൂന്നാമതൊരു കാര്യം, അത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു ഈ സംസാരത്തിനിടയിൽ, ഇപ്പൊ തൊട്ട് മുന്നേ സൂചിപ്പിച്ചു. അതൊന്നുകൂടി വിശദമായിട്ട് പറയാം. സാധാരണ സംസാരിക്കുന്ന വാക്കുകൾ കൊണ്ട് എഴുതുക. അത് വളരെ പ്രധാനമാണ്. ഈ ചെറിയ കുട്ടികൾ, ഞാൻ പല പ്രായക്കാരായ കുഞ്ഞുങ്ങളുടെ രചനകളിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും താല്പര്യം തോന്നാറുള്ളത് വളരെ ചെറിയ കുട്ടികൾ. ഇപ്പൊ ഒരു 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ പറയുന്നത് തന്നെ പലപ്പോഴും മനോഹരമായ കവിതയാണ്. അവരുടെ വാക്കുകൾ തന്നെ കവിതയാണ്. ഞാൻ എനിക്ക് പരിചയമുള്ള പല കുഞ്ഞുങ്ങളും പറഞ്ഞത് എഴുതി വെച്ച് ഞാൻ കവിതയാക്കിയിട്ടുണ്ട്.
കുട്ടികൾ പറഞ്ഞ പല രസകരമായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഞാൻ കവിതയാക്കിയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾ അവരറിയാതെ ഇങ്ങനെ കവിത പറയും, എഴുതുകയും ചെയ്യും. ഇപ്പൊ ചെറിയ കുട്ടികളുടെ, വളരെ ചെറിയ കുട്ടികളുടെ സാഹിത്യ കളരികളിലൊക്കെ പോകുമ്പോൾ കുട്ടികള് വളരെ സ്വാഭാവികമായ ഭാഷയിൽ എഴുതും. ഇപ്പൊ ഒരിക്കൽ ഞാൻ ഓർമ്മിച്ച് പറയുകയാണ്, ഞാൻ ചെറിയ കുട്ടികളുടെ ഒരു ക്യാമ്പിൽ പോയപ്പോ ഒരു കുട്ടി എഴുതി, അന്ന് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്, അവൾ എഴുതി കബനീസി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇവിടെ കൂറ്റനാട് ഒരു സ്കൂളിലെ, പട്ടാമ്പിക്കടുത്ത് കൂറ്റനാട് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്കൂളിലെ, ഒരു LP സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു കബനി. അവൾ എഴുതി ഒരു 3 വരി ആണ് എഴുതിയത്. ആ വരി ഇതാണ്: ഒരു റോസാപ്പൂവിനെ കുറിച്ചാണ്. കുട്ടി പൂ പറിച്ച് മുടിയിൽ ചൂടി. ഒരു പൂവിനെ കുറിച്ചാണ്. കുട്ടി പൂ, നന്നായി ശ്രദ്ധിച്ച് കേൾക്കണേ. കുട്ടി പൂ പറിച്ച് മുടിയിൽ ചൂടി. കണ്ടോ, അതിനൊരു റിതമുണ്ട്. കുട്ടിപ്പൂ, അതാണ് ഭാഷ. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷയുടെ താളം എന്ന് പറയും. ആരും പഠിപ്പിക്കുന്നതല്ല, ഇതൊന്നും ആരും പഠിപ്പിക്കുന്നതല്ല. നമുക്കുണ്ട്, നമ്മുടെ തലച്ചോറിൽ ആ താളമുണ്ട്. കുട്ടിപ്പൂ പറിച്ച് മുടിയിൽ ചൂടി. കുട്ടിയുടെ മുടിയിലിരുന്ന് പൂവിന് ഇക്കിളിയായി. അടുത്ത വരി: കുട്ടിയുടെ മുടിയിലിരുന്ന് പൂവിന് ഇക്കിളിയായി. ഇനി അവസാനത്തെ വരി കേട്ടോളൂ: പൂവിന് ചിരിച്ച് ചിരിച്ച് വയ്യാണ്ടായി. കുട്ടി പൂ പറിച്ച് മുടിയിൽ ചൂടി. കുട്ടിയുടെ മുടിയിലിരുന്ന് പൂവിന് ഇക്കിളിയായി. പൂവിന് ചിരിച്ച് ചിരിച്ച് വയ്യാണ്ടായി. നോക്കൂ, എന്ത് രസമാണത്. ഒരു കുട്ടി പൂ പറിച്ച് മുടിയിൽ ചൂടിയതിനെ കുറിച്ചാണ് ആ കുഞ്ഞ് എഴുതുന്നത്. കുട്ടി പൂ പറിച്ച് മുടിയിൽ ചൂടി. കുട്ടിയുടെ മുടിയിലിരുന്ന് പൂവിന് ഇക്കിളിയായി. റോസാപ്പൂ പറിച്ചിട്ടേ, റോസാപ്പൂ ആയിരിക്കാം അല്ലെ, റോസാപ്പൂ എന്ന് വിചാരിക്കാം, മുടിയിൽ ചൂടി. കുട്ടിയുടെ മുടിയിലെ രോമങ്ങളൊക്കെ തട്ടിയിട്ട്, മുടിയിഴകൾ തട്ടിയിട്ട് പൂവിന് ഇക്കിളിയായി. പൂവ് കുട്ടിയുടെ മുടിയിലിരുന്ന് അങ്ങ് ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് ചിരിച്ച് വയ്യാണ്ടായി എന്ന് പറഞ്ഞ് കുഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ്. ഒരു വരിയും അതിന് മാറ്റാനില്ല, കളയാനില്ല. വളരെ ചെറിയൊരു അനുഭവം. മുടിയിൽ അങ്ങനെ പൂ കുത്തി നടക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ വരുന്നു. അവളുടെ മുടിയിലിരിക്കുന്ന പൂവിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇക്കിളിയായിട്ട് ചിരിച്ച് ചിരിച്ച് വയ്യാണ്ടായി നിൽക്കുന്ന ഒരു പൂവ് ആ കുഞ്ഞിന്റെ മുടിയിൽ. ഇവിടെ ഞാൻ ഇത് ഇപ്പോ ഇവിടെ ഓർമ്മിച്ച് പറയാൻ കാരണം, ഈ കുഞ്ഞ് എഴുതിയ ഈ വരിയുടെ ഇത് എഴുതാൻ അവൾ ഉപയോഗിച്ച വാക്കുകളെ കുറിച്ച് പറയാൻ, അതിന്റെ ഭാഷയെ കുറിച്ച് പറയാനാണ്. നമുക്ക് അറിയാത്ത ഒരു വാക്കും ഇവിടെ ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ 3-ാം ക്ലാസ്സുകാരി കുഞ്ഞിന് അറിയാവുന്ന വാക്കുകൾ ഉപയോഗിച്ചാണ് അവൾ ഇത് എഴുതിയത്. അതുകൊണ്ടാണ് ഇത് വായിച്ച എന്നെ അത് വശീകരിച്ചത്. നേരെ മറിച്ച് ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാത്ത വാക്കുകൾ കൊണ്ട് വലിയ 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 ഡിക്ഷണറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഡിക്ഷണറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതില് നമുക്ക് പരിചയമില്ലാത്ത, കടിച്ചാ പൊട്ടാത്ത വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് എഴുതിയാൽ വായിക്കുന്ന ആൾക്ക് ആ അനുഭവം ഉണ്ടാവില്ല. എപ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ള 3-ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. 2 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു അല്ലെ. 3-ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിതത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ചെറിയ 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 വാക്കുകൾക്കാണ് ജീവൻ. ആ വാക്കുകൾ ഉപയോഗിച്ച് വേണം നിങ്ങൾ എഴുതാൻ. അപ്പോ ഒന്ന്, ഇന്ദ്രിയവേദ്യമായി എഴുതുക. കണ്ടതുപോലെ, കേട്ടതുപോലെ, അല്ലെ, ആ മണം പിടിച്ചെടുത്തതുപോലെ, അല്ലെങ്കിൽ തൊട്ട് അറിഞ്ഞതുപോലെ അങ്ങനെ എഴുതുക, രുചിച്ചറിഞ്ഞതുപോലെ എഴുതുക. 2, രണ്ടാമത്തെ എന്താ പറഞ്ഞത്? ഞാൻ മറന്നുപോകും പറയുമ്പോ. രണ്ടാമത്തെ ഭാഷയുടെ താളം, അല്ലെ, ഭാഷയുടെ താളം. ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ താളമുണ്ട്. ഭാഷയുടെ ആ താളം അത് കുഞ്ഞുനാൾ തൊട്ട് നമ്മുടെ മനസ്സിൽ ഉള്ളതാണ്. ആ ഭാഷയുടെ താളത്തിൽ എഴുതുക. ഭാഷയുടെ താളം എന്ന് വെച്ചാൽ ഈണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈണമെന്നോ വൃത്തമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല.
ഇപ്പൊ പൂച്ച നല്ല പൂച്ച എന്ന് പറയുമ്പോൾ ഒരു താളം ഉണ്ടല്ലോ. അത് ഓരോ ഭാഷയ്ക്ക് ഓരോ താള. ട്വിങ്കിൾ ട്വിങ്കിൾ എന്ന് പറയുന്ന ഇംഗ്ലീഷിന്റെ റിതം വേറെയാണ്. അപ്പൊ മലയാളത്തിൻ്റെതായ ഒരു താളം അതൊക്കെ നമ്മുടെ തലച്ചോറിലുണ്ടെന്നേ. അതങ്ങ് എടുക്കേ വേണ്ടുള്ളൂ അവിടുന്ന്. ആ താളത്തിൽ എഴുതുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കറിയാവുന്ന കുഞ്ഞി 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 വാക്കുകൾ ഉപയോഗിച്ച് എഴുതുക. അല്ലാതെ ഈ പലർക്കും ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, രസകരമായ ഒരു കാര്യം പറയാം. ഈ 3ാം ക്ലാസ്സുകാരി കബനി എഴുതിയ കവിത ഞാൻ വായിച്ചു. അവൾ കവിതയായിട്ട് എഴുതിയതൊന്നുമല്ല, അവളങ്ങ് എഴുതിയതാ. കുട്ടി പൂ പറിച്ച് മുടിയിൽ ചൂടി, കുട്ടിയുടെ മുടിയിൽ ഇരുന്ന് പൂവിന് ഇക്കിളിയായി, പൂവിന് ചിരിച്ച് ചിരിച്ച് വയ്യാണ്ടായി എന്ന്. ഇതേ കുട്ടി കുറച്ചുകൂടി വലുതായ ഒരു 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഒക്കെ എത്തിയാൽ കുട്ടിയുടെ ഭാഷ മാറി. കുട്ടിയുടെ ഭാഷ മാറും. കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞാൽ മുതിർന്നവർ എഴുതുന്നത് പോലെ എഴുതാൻ തുടങ്ങും. പ്രത്യേകിച്ചും അധ്യാപകരുടെയൊക്കെ ഇടപെടൽ ഗുണമല്ല ചെയ്യുക, ദോഷമാണ് പലപ്പോഴും ചെയ്യുക. ഗുണവും ചിലപ്പോൾ ചെയ്തേക്കാം, എങ്കിലും ദോഷമാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഈ കവിത എഴുതുമ്പോൾ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പുഴ എന്ന് എഴുതേണ്ട സ്ഥാനത്ത് പുഴ എന്ന് എഴുതിയാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നദി എന്ന് എഴുതിയാൽ പോലും മനസ്സിലാവും. അതിന് പകരം ഡിക്ഷണറി തുറന്ന് ശബ്ദധാരാവലി പോലുള്ള നിഘണ്ടുക്കളൊക്കെ തുറന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത വാക്കുകൾ, ഇപ്പൊ സരിത്ത് എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം, മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ കടൽ എന്ന് പറയുന്നതിന് പകരം സമുദ്രം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സാഗരം പോലും സഹിക്കാം. അതിനും അപ്പുറത്ത് ഇപ്പൊ കല്ലോലിനി എന്നൊക്കെ ഉള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലോ അത്രയും ഈ എഴുതുന്ന കവിത ജീവിതത്തിൽ നിന്ന് അകലും, ജീവൻ ഇല്ലാത്തതാവും. ജീവിതത്തിൽ നിന്ന് അകലും എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാത്തതാണ്. അപ്പൊ ജീവനുള്ള വാക്കുകൾ കൊണ്ട് എഴുതാം. എന്താ ജീവനുള്ള വാക്ക്? നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ജീവനുള്ള വാക്ക്. ചത്ത വാക്കുകൾ കൊണ്ടല്ല കവിത എഴുതേണ്ടത്. എന്താ ചത്ത വാക്ക്? സാധാരണ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാത്ത, ഡിക്ഷണറിയിൽ മാത്രം ഉറങ്ങിക്കിടക്കുന്ന വാക്കുകൾ. അപ്പൊ എഴുതി തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനം. നേരെ മറിച്ച് നിങ്ങൾ കുറെ എഴുതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡിക്ഷണറിയിലെ ഒരു ചത്ത വാക്കിന് വീണ്ടും ഒരു ഡിക്ഷണറിയിൽ കിടക്കുന്ന ഒരു ചത്ത വാക്കിനെ വീണ്ടും ജീവിപ്പിക്കാൻ ഒരു പക്ഷെ നിങ്ങൾക്ക് പറ്റിയേക്കും. ഡിക്ഷണറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ചത്ത വാക്കിനെ വീണ്ടും ജീവിപ്പിക്കാൻ നിങ്ങളുടെ കവിതയിൽ അങ്ങ് ഉപയോഗിച്ചിട്ടേ, നിങ്ങളുടെ കവിതയിൽ, നിങ്ങൾ എഴുതുന്ന കവിതയിൽ ആ വാക്കങ്ങ് വന്നപ്പോ അതിനൊരു ജീവൻ വെച്ചു, മുമ്പില്ലാത്ത ജീവൻ വെച്ചു. അങ്ങനെയൊക്കെ വരാം. പക്ഷെ അതൊക്കെ മുതിർന്നു കഴിഞ്ഞ തുടക്കക്കാരായ എഴുത്തുകാർ എന്നുള്ള നിലയിൽ സാധാരണ വർത്തമാനം പറയുമ്പോൾ ഉപയോഗിക്കുന്ന കുഞ്ഞി കുഞ്ഞി വാക്കുകൾ കൊണ്ട് പരമാവധി എഴുതുക കേട്ടോ. ഇത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് നിങ്ങൾ മുതിർന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ മുതിരുമ്പോ UP ക്ലാസ്സുകളിലും ഹൈസ്കൂൾ സ്റ്റാൻഡേർഡിലും ഒക്കെ എത്തുമ്പോ പലരും നിങ്ങളോട് പറയും ഇതിനൊരു ഗൗരവമില്ല, ഇതിനൊരു ഗൗരവമില്ല എഴുതിയത്. എന്തൊക്കെ വാക്കുകൾ വർത്തമാനം പറയുന്ന ഭാഷയാണ് നിങ്ങൾ ഉപയോഗിച്ചേക്കുന്നത്. വലിയ വലിയ വാക്കുകളൊക്കെ വേണം എന്ന് പറയും. അത് ആ കെണിയിൽ നിങ്ങൾ വിടരുത്. അപ്പൊ വലിയ വലിയ വാക്കുകളൊക്കെ അവിടെ ഇരുന്നോട്ടെ, കുറച്ചുകൂടിയൊക്കെ വലുതായാൽ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം. എന്തായാലും എഴുത്തിന്റെ തുടക്കം എപ്പോഴും നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾക്ക് വളരെ പരിചയമുള്ള വാക്കുകൾ ഉപയോഗിച്ച് വേണം. പലപ്പോഴും ഈ അറിയാത്ത വാക്കുകൾ ഉപയോഗിച്ച് കനവ്, നിനവ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് എഴുതുമ്പോൾ ഉള്ളത് കുഴപ്പം, എഴുതുന്ന കവിത വളരെ കൃത്രിമമായി പോകും. അത് സത്യസന്ധം അല്ലാതായി പോകും. സത്യം എഴുതുക എന്നുള്ളതാണ് പ്രധാനം, അല്ലെ? സത്യം എഴുതുക എന്നുള്ളതാണ് പ്രധാനം. അല്ലെങ്കിൽ എഴുതുന്നതിൽ ഒരു സത്യം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരിക്കലും കള്ളത്തരം എഴുതിക്കൂടാ. നമ്മുടെ ഉള്ളിന്റെ സത്യമാണ് നമ്മൾ എഴുതേണ്ടത്. പ്രത്യേകിച്ചും മാതൃഭാഷയിലൊക്കെ എഴുതും, ഉള്ളിന്റെ ആ സത്യം ആണ് എഴുതേണ്ടത്. അപ്പോൾ അത് എഴുതണമെങ്കിൽ സാധാരണ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ട് എഴുതണം. അങ്ങനെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ട് എഴുതി മഹാനായ എഴുത്തുകാരായി തീർന്ന, അല്ലെങ്കിൽ വലിയ എഴുത്തുകാരായി തീർന്ന പലരും നമുക്കുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ അതിലൊരു ഉദാഹരണമാണ്, അല്ലെ? വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം കഥാകൃത്താണ്, നോവലിസ്റ്റാണ്, കവിയുമാണ് തീർച്ചയായും.
കാരണം അദ്ദേഹത്തിന്റെ നോവലുകളിലൊക്കെ കവിതയുമുണ്ട്. കവിതയുള്ള നോവലുകളാണ്, കവിതയുള്ള കഥകളാണ്. അതുകൊണ്ട് കവി എന്ന് തന്നെ വിളിക്കാം. ബഷീറിന്റെ ഭാഷയാ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ്, സാധാരണ വർത്താനം പറയുന്ന ഭാഷയാണ്. അതിന്റെ പേരിൽ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ മോശാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഇയാളെന്താ ഈ എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ ബഷീറിന്റെ എഴുത്താണ് ഇന്നും നമ്മളെ ആകർഷിക്കുന്നത്. അക്കാലത്ത് ജീവിച്ച മറ്റു പല എഴുത്തുകാരെക്കാളും ഇന്നും നമ്മൾ വായിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെ. അപ്പോ ഞാൻ പറഞ്ഞ ഒന്ന് ചുരുക്കാം. ഒന്ന്, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ എഴുതുക. രണ്ട്, ആദ്യം കുറച്ചു നേരം ധ്യാനിക്കുക, മനസ്സിൽ എഴുതുന്നതിന്റെ ചിത്രം പൂർണ്ണമായി ഉൾക്കൊള്ളുക. രണ്ട്, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ എഴുതുക. മൂന്ന്, ഭാഷയുടെ താളം. അത് ഗദ്യോ പദ്യോ എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പദ്യത്തിൽ എഴുതണമെന്നോ ഗദ്യത്തിൽ എഴുതണമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു. ഭാഷയുടെ ഒരു താളമുണ്ട്, ആ താളത്തിൽ എഴുതുക. അടുത്തത്, സാധാരണ വർത്തമാനം പറയുന്ന ഭാഷയിൽ. ഓക്കെ, ഇനി നാലാമത് ഒരു പ്രത്യേകത കൂടി പറയട്ടെ, എന്നിട്ട് ഞാൻ നിർത്താം. അപ്പൊ ഏതാണ്ട് സമയം കുറച്ചായിട്ടുണ്ട്, ഒരു 40 മിനിറ്റ് സംസാരിച്ചു. ഇതൊക്കെ തന്നെ കൂടിയ സമയമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. അടുത്തൊരു ഈ പരിശീലന കളരിയിൽ നിങ്ങളോട് ഞാൻ അടുത്തൊരു നിർദ്ദേശം തരുന്നത്, നിങ്ങളല്ല എന്നൊന്ന് വിചാരിക്കൂ, നിങ്ങൾ വേറൊരാളാണെന്നൊന്ന് വിചാരിക്കൂ. നിങ്ങളല്ല. ഞാനൊരു മരത്തിലെ ഇലയാണ്, അല്ലെങ്കിൽ ഞാൻ ഒഴുകുന്നൊരു തോടാണ്. നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനിലൂടെ കടന്നു പോകുന്ന ഒരു ബസ്സാണ് ഞാൻ എന്നൊന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കൂ. അല്ലെങ്കിൽ ഒരു സിഗ്നൽ ലൈറ്റ് ആണ് ഞാൻ എന്ന് വിചാരിച്ചു നോക്കൂ. ഒരു സിഗ്നൽ ലൈറ്റ്, ജംഗ്ഷനിൽ ഇങ്ങനെ പച്ചയും മഞ്ഞയൊക്കെ ലൈറ്റ് കിടയും കത്തുകയും ചെയ്യുന്ന ഒരു സിഗ്നൽ ലൈറ്റാണ് ഞാൻ. ചെരിപ്പാണ് ഞാൻ. വീട്ടുമുറ്റത്തെ ഒരു കല്ലാണ് ഞാൻ. ഒന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്ക്, ഞാനല്ല എന്നൊന്ന് വിചാരിച്ചു നോക്ക്. എന്നിട്ട് അങ്ങനെ മാറി അതിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടൊന്ന് ലോകത്തെ കാണാൻ ശ്രമിച്ചു നോക്ക്. അപ്പൊ ഞാനൊരു ചെരുപ്പാണ്, ഞാനല്ല. അപ്പൊ എൻ്റെ അനുഭവമല്ലല്ലോ ഞാൻ അണിയുന്ന ചെരുപ്പിന്റെ അനുഭവം, എൻ്റെ അനുഭവം അല്ല അല്ലെ. ഞാൻ രാവിലെ പല്ല് തേക്കുന്നു, ഉണരുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, രാവിലെ ഓഫീസിൽ പോകുന്നു, ഈ ചെരുപ്പിട്ട് പോകുന്നു. എൻ്റെ അനുഭവം അങ്ങനെ. ചെരുപ്പിന്റെ അനുഭവം വേറൊന്നാ. ഒരു 8-9 മണിയായി കഴിഞ്ഞാൽ ഒരു വിദ്വാൻ വന്നിട്ട് അയാളുടെ കാല് അതിനകത്ത് കടത്തി വെക്കുന്നു അല്ലെ. പിന്നെ ആ ചെരുപ്പും കൊണ്ട് അയാൾ എങ്ങോട്ട് ഏതിലൊക്കെയോ വഴികളിലൂടെ നടക്കുന്നു. ആ വഴികളുടെയൊക്കെ മുദ്രകൾ ആ ചെരുപ്പിൽ പതിയുന്നു. രാത്രി വളരെ വൈകും വരെ ഇതിങ്ങനെ തുടരുന്നു. ഏതൊക്കെയോ ഉമ്മറങ്ങളിൽ ആ ചെരുപ്പ് അങ്ങനെ അവിടെ വിശ്രമിക്കുന്നു അല്ലെ. ഒരു ചെരുപ്പിന്റെ ജീവിതം അങ്ങനെയാണ്. അപ്പൊ ഞാനല്ല, എൻ്റെ ചെരുപ്പാണ് എന്ന് വിചാരിച്ച ആ ചെരുപ്പിന്റെ മനസ്സുമായിട്ട് ഞാൻ എഴുതിയാൽ, നിങ്ങളൊന്ന് എഴുതി നോക്ക്. അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പെന്നാണ് ഞാൻ, അല്ലെങ്കിൽ ഈ കണ്ണടയാണ്, ഈ എൻ്റെ മുഖത്തിരിക്കുന്ന ഈ കണ്ണടയാണ് ഞാൻ. ഒരു തരം പരകായ പ്രവേശം അല്ലെ, ഒരു തരം പരകായ പ്രവേശം. മറ്റൊരാളുടെ എൻ്റെ ജീവൻ വേറൊരാളിലേക്ക് പകരാം. അങ്ങനെ അയാളായി മാറി നിന്ന് കാര്യങ്ങളെ കാണാം. വളരെ രസമുള്ളൊരു കളിയാണ്. എന്നിട്ടൊന്ന് എഴുതി നോക്ക്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേണേ എഴുതാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. കൺമുന്നിൽ കണ്ടതുപോലെ എഴുതുക, അല്ലെങ്കിൽ ഇന്ദ്രിയവേദ്യമായി എഴുതുക, നിങ്ങളുടെ ഭാഷയിൽ എഴുതുക, സ്വതസിദ്ധമായ ഭാഷയിൽ എഴുതുക, ഭാഷയുടെ താളം പിടിച്ചുകൊണ്ട് അങ്ങനെ എഴുതി നോക്ക്. പരകായ പ്രവേശം നടത്തി വേറൊരാളാണ് എന്ന് ഞാൻ വിചാരിച്ചെന്ന് എഴുതി നോക്ക്. വളരെ വ്യത്യസ്തമായൊരു കവിത ഒരുപക്ഷെ നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞേക്കും. ഈ പകർന്നാട് അവനവനിൽ നിന്ന് പുറത്തു കിടക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്.
ഈ പ്രായത്തിൽ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് അല്ലെങ്കിൽ UP ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഭാവന നിങ്ങളിൽ നിന്ന് പുറത്ത് കടക്കണം. അതിന് ഉതകുന്ന ഒരു പരിശീലനം ആണ് ഞാൻ ഇപ്പൊ ഈ അവസാനം നിർദ്ദേശിച്ചത്. ഇതൊക്കെ പ്രായോഗികമായി നിങ്ങൾക്കൊന്ന് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ്. ഒരു 3-4 സ്റ്റെപ്പ് ഞാനിപ്പോ പറഞ്ഞു. ആദ്യം ഒന്ന് കണ്ണടച്ചിരിക്കുക ഒരു 10-15 മിനിറ്റ്. നിങ്ങൾ കണ്ട ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു കാഴ്ച, അല്ലെങ്കിൽ നിങ്ങൾ കേട്ട ഒരു ശബ്ദം, അല്ലെങ്കിൽ ഒരു സ്പർശത്തെ കുറിച്ച് നിങ്ങൾ എഴുതൂ. അല്ലെങ്കിൽ മനസ്സിൽ നാവിന്റെ തുമ്പത്ത് ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു രുചിയെ കുറിച്ച് നിങ്ങൾ എഴുതൂ. അത് സാധാരണ കൊച്ചു കൊച്ചു വാക്കുകൾ കൊണ്ട് എഴുതൂ. കടിച്ചാൽ വാക്കൊന്നും നമുക്ക് വേണ്ട. ഭാഷയുടെ നിങ്ങൾ കുട്ടിക്കാലം തൊട്ടേ കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു താളത്തിൽ എഴുതും. നിങ്ങളിൽ നിന്ന് പുറത്ത് കടന്നുകൊണ്ട് വേറൊരാളായി സ്വയം കരുതിക്കൊണ്ടെന്ന് എഴുതൂ. ഈ 4-5 സ്റ്റെപ്പ് പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് ഒരുവിധം ഭംഗിയായി എഴുത്തിന്റെ ലോകത്തേക്ക് കടക്കാൻ കഴിയും എന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾ കവിതയുടെ വഴിക്ക് പോണോ കഥയുടെ വഴിക്ക് പോണോ എന്നൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. കവിതയ്ക്കും കഥയ്ക്കും ഒക്കെ ബാധകമായ വളരെ പ്രാഥമികമായ ഒരു എഴുത്ത് പരിശീലനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ശരി, കൂടുതൽ നീട്ടി ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നല്ല എഴുത്തുകാരാവാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാതൃഭാഷയുടെ തായ്വേരിലേക്ക് ഇറങ്ങിച്ചെന്ന് മലയാളത്തിന്റെ ആ ഊർജം മുഴുവൻ എടുത്ത് നല്ല എഴുത്തുകാരാവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, സാധാരണ പറയാണ്ട് വലിയ 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 അനുഭവം വേണമെന്ന്, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഏത് ചെറിയ അനുഭവവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലുത് തന്നെയാണ്. മറ്റുള്ളവർക്ക് നിസ്സാരം എന്ന് തോന്നാവുന്ന ഏത് ചെറിയ അനുഭവവും നമ്മളെ സംബന്ധിച്ച് വലുത് തന്നെയാണ്, അല്ലെ? വലുതാണ്. ഇപ്പൊ ജനൽ തുറന്നിട്ടു, പുറത്തുനിന്നൊരു കാറ്റ് അടിച്ചു, വേർതിരിക്കുന്ന നമുക്ക് ആ കാറ്റ് തന്നെ വലിയൊരു അനുഭവമാണ്. എന്ത് അനുഭവവും വലുതാണ്. ചെറിയൊരു അനുഭവം, നിസ്സാരം എന്ന് തള്ളാവുന്ന ഒന്നും ഈ ജീവിതത്തിൽ ഇല്ല. അപ്പോ നിങ്ങളുടേതായ ഏത് കുഞ്ഞനുഭവത്തെയും മനോഹരമായി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, നിങ്ങളെ ബോറടിപ്പിച്ചുവെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സാറ് ബോറടിപ്പിച്ചൊന്നുമില്ല. വളരെ നല്ല നല്ല കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. കുട്ടികളത് പ്രായോഗികമാക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാം വളരെ നന്നായിരുന്നു. കുട്ടികൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കവിത എഴുതിയതിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സാറിനോട് ചോദിച്ച് ക്ലിയർ ആക്കാം. അതെ, ഇപ്പൊ പറഞ്ഞ കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന കുട്ടികൾ ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ആരെങ്കിലും അഭിപ്രായങ്ങളും പറയാം ആർക്കെങ്കിലും കുട്ടികൾക്ക്. അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. ആരെങ്കിലും മുന്നോട്ട് വന്ന് പറയും. ഇന്ന് ഈ പരിപാടി പങ്കെടുത്തിരിക്കുന്ന കുട്ടികളെല്ലാം തന്നെ കവിത എഴുതണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മുമ്പോട്ട് വന്നവർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മാഷിനോട് ചോദിച്ചിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ ദൂരീകരിക്കേണ്ടതാണ്. നിങ്ങൾ എന്തെങ്കിലും ഈ പറഞ്ഞ മാഷ് പല സ്റ്റെപ്പുകൾ പറഞ്ഞു, കവിതയിലേക്ക് അല്ലെങ്കിൽ എഴുത്തിലേക്ക് ചെല്ലേണ്ട രീതികൾ പറഞ്ഞു തന്നു. അതിലെന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെ സംശയം വരാൻ സാധ്യതയില്ല, അത്രയ്ക്ക് വളരെ ലളിതമായ രീതിയിലാണ് മാഷ് വിവരിച്ചിരുന്നത്. എങ്കിലും കുട്ടികളല്ലേ, നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കുക, മടിച്ചു നിൽക്കാതെ. സാർ പറഞ്ഞോ മോനെ, പറയൂ. സാറ് പറഞ്ഞ ഐഡിയയിൽ ഞാനൊരു കവിത എഴുതി നോക്കിയിട്ടുണ്ട്. സാർ ഒന്ന് കേൾക്കുമോ? ഓ, കേൾക്കാം. എഴുതൂ, അല്ല വായിക്കൂ. യെസ് സർ. കടൽ തിര. വലിയ തിരമാലകൾ ഉള്ള കടൽ. സൂര്യൻ കടലിൽ താഴുന്നു.
പക്ഷികൾ ആകാശത്തിൽ പറക്കുന്നു കരയുന്നു. തിരമാലകൾ എന്റെ കാലിൽ തലോടുന്നു. കടലിന്റെ ശബ്ദം ശാന്തമായ അന്തരീക്ഷം പ്രകൃതിയുടെ ഭംഗി കൂട്ടുന്നു. സാർ, ഇന്നലെ ഞാനൊരു കടല് കാണാൻ പോയിണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഐഡിയ വെച്ചിട്ട് സാറും പറഞ്ഞത് അത് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കി. മോന്റെ പേരെന്താണ്? സാർ, ധന്വിൻ. ധന്വിൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സാർ, 6th സ്റ്റാൻഡേർഡിൽ. ഒന്നുകൂടി ഒന്നുകൂടി വായിക്കോ? ഓക്കെ സാർ. വലിയ തിരമാലകളുള്ള കടൽ. സൂര്യൻ കടലിൽ താഴുന്നു. പക്ഷികൾ ആകാശത്തിൽ പറക്കുന്നു കരയുന്നു. തിരമാലകൾ എന്റെ കാലിൽ തലോടുന്നു. കടലിന്റെ ശബ്ദം ശാന്തമായ അന്തരീക്ഷം പ്രകൃതിയുടെ ഭംഗി കൂട്ടുന്നു. വളരെ വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് തന്നെയാണ് കവിതയിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് കേട്ടോ. വളരെ കൃത്യമാണ്. വളരെ കൃത്യമാണ്. ഇതേ വഴിയിൽ തന്നെ മുന്നോട്ട് പോകും കേട്ടോ. ഇതേ വഴിയിൽ തന്നെ എഴുതൂ. ഇങ്ങനെ തന്നെ എഴുതൂ. ഇത് തന്നെ ഏത് അനുഭവത്തെ കുറിച്ചും ഇങ്ങനെ എഴുതൂ. ഇതേ രീതിയിൽ തന്നെ എഴുതൂ. ഓക്കെ. സംസാരിക്കുന്നവർ ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കും. അതെ. ഓക്കെ മോനെ, സന്തോഷം. സാറിന് അയച്ചു തന്നിരുന്നു ഞാൻ 2-3 കവിത. ധന്വിന് ചൊല്ലിയ കവിതകൾ ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചൊല്ലിയത് മറ്റുള്ളവരുടെ കവിതയാണ് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അത്ര അതെ അതാണ്. എന്നാലും നന്നായിട്ട് ചൊല്ലുന്നുണ്ട്. നന്നായി അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാൻ വിട്ടുപോയി. ചൊല്ലിയ കുട്ടികളുടെ കവിതകളൊക്കെ ഞാൻ കേട്ടു. ഞാനത് നിങ്ങളുടെ സ്വന്തം കവിതയല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ അതിനൊരു കോൺസെൻട്രേഷൻ വെച്ചില്ല. എങ്കിലും ഞാൻ കേട്ടു. അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചൊല്ലുന്നുണ്ട് കേട്ടോ. വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചൊല്ലി. അത് വലിയ സന്തോഷമുള്ള കാര്യം. ഓക്കെ. എന്തായാലും ധന്വിന്റെ ഈ കവിത, ഇപ്പൊ വായിച്ച ഈ കവിത എനിക്ക് വളരെ ഇഷ്ടമായി. ഇത് തന്നെയാണ് എഴുത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക തുടക്കമാണിത്. വളരെ വളരെ ശരിയായിട്ടുള്ള ഒരു തുടക്കമാണ്. ഓക്കെ സാർ. നന്ദി സാർ. വേറെ ആരോ ചോദിക്കാനായിട്ട് വന്നിരുന്നു നേരത്തെ? ആരായിരുന്നു? ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹലോ, പറയൂ മോളുടെ പേര് പറഞ്ഞിട്ട് കേട്ടോ. അമ്മു അനിൽകുമാർ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th. ഓക്കെ. സാർ ഇപ്പൊ പറഞ്ഞു താളം ഇമ്പോർട്ടന്റ് ആണെന്ന്. അപ്പൊ ഇപ്പൊ പാടിയ കവിതയിൽ താളം ഇല്ലല്ലോ. നല്ലൊരു രസമുള്ള ഒരു ചോദ്യമാണത്. താളം എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചായിരുന്നു. താളം എന്ന് പറയുമ്പോ നമ്മുടെ സംസാര ഭാഷയ്ക്ക്, വർത്തമാനം പറയുന്ന ഭാഷയ്ക്ക് തന്നെ ഒരു താളം ഉണ്ടല്ലോ. ഉണ്ട്. അപ്പം ഇപ്പൊ മലയാളത്തിന്റെ താളമാവില്ല തമിഴിന്, ഇതാവില്ല ഹിന്ദിക്ക്. ഓരോ ഭാഷയ്ക്ക്, ഇംഗ്ലീഷ് ആകുമ്പോൾ വേറൊരു റിതമാണ്, ഭാഷയുടെ ഒരു റിതമുണ്ട്. ആ താളം, അതുകൊണ്ടാണ് ഞാൻ കുട്ടിക്കാലത്തെ ചൊല്ലുകളിലേക്ക് ഇപ്പൊ പൂച്ച നല്ല പൂച്ച എന്നൊക്കെ ഉള്ള ചെറിയ 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 താളത്തിലേക്ക് അതേക്കുറിച്ച് പറഞ്ഞത്. അത് ഭാഷയ്ക്ക് സ്വതവേ ഉള്ള താളമാണ്. ആ താളം ഇപ്പൊ നേരത്തെ വായിച്ച കവിതയിലും അത് ഗദ്യമാണ്. ഗദ്യത്തിനും താളമുണ്ട് തീർച്ചയായിട്ടും. ഗദ്യമായതുകൊണ്ട് താളമില്ല, പ്രോസ് ആയതുകൊണ്ട് താളമില്ല എന്നില്ല. ഭാഷയുടെ താളം ഇപ്പൊ മോൻ വായിച്ച കവിതയിലും ഉണ്ട് എന്നതാണ് എൻ്റെ ഒരു കേൾവി അനുഭവം. അത് പാട്ടല്ല എന്ന് മാത്രം, സംഗീതമല്ല, പാട്ടല്ല. പാട്ടാക്കി മാറ്റേണ്ട കാര്യമില്ല. പാട്ടല്ല കവിത കേട്ടോ, പാട്ടല്ല കവിത. ഭാഷയുടെ ഒരു താളം പിടിച്ചങ്ങ് എഴുതിയാൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോ വിത്തും കൈക്കോട്ടും എന്ന് വൈലോപ്പിള്ളി എഴുതുന്നു. എന്നിട്ട് ചൊല്ലുന്നവർക്ക് വേണമെങ്കിൽ വിത്തും കൈക്കോട്ടും എന്നൊക്കെ നീട്ടിയൊക്കെ ചൊല്ലാം. പുത്തൻ പരിഷത്തിൻ പുലരിക്കണി കാണാൻ എത്തും കിളിപാടി ഇതൊക്കെ അങ്ങനെയൊക്കെ നീട്ടി സംഗീതാത്മകമായിട്ട് അത് പാടാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം എഴുതിയത് ഭാഷയുടെ ആ ലളിതമായ താളം. ആ ലളിതമായ താളം നേരത്തെ വായിച്ച കവിതയിലും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു
കേൾവിയിൽ എനിക്ക് തോന്നിയത്. ഗദ്യത്തിനും താളമുണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ. വേറെ ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് ചോദിക്കുക വേഗം. സാറിന് വിലയേറിയ സമയമാണ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. പെട്ടെന്ന് ചോദിക്കുക. ആർക്കൊന്നും ചോദിക്കാനില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ആർക്കൊന്നും ചോദിക്കാനില്ലെങ്കിൽ പിന്നെ നമുക്ക് നന്ദി പ്രകാശനത്തിലേക്ക് കിടക്കാം. പറയൂ. രാമൻ സാറേ, പറയൂ മോനെ. സാറ് നന്നായിട്ട് ക്ലാസ് എടുക്കണ്ടേ? എനിക്ക് ചെറിയൊരു കവിത പറയണം. അതെന്റെ അമ്മയുടെ കുറിച്ചാ. പറയൂ. എന്റെ സ്നേഹമുള്ള അമ്മ, എന്റെ അമ്മ സ്നേഹമുള്ളതാണ്. എന്റെ അമ്മ എന്റെ കൂടെ എപ്പോഴും ഇരിക്കും. നമ്മൾ സംസാരിക്കും, നമ്മൾ എപ്പോഴും കഴിക്കും, നമ്മൾ എപ്പോഴും എപ്പോഴും അവിടെ ചുറ്റും. എന്റെ അമ്മ നല്ലതാണ്, ഞാൻ അനുസരിക്കുന്നില്ല. എന്റെ അമ്മ എപ്പോഴും എന്നെ അടിക്കാറുണ്ട്. എന്റെ ഫ്രണ്ട്സ് എന്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ അമ്മ എന്റെ അടുത്തുണ്ട്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. നല്ല രസമുണ്ട്. കുറച്ചുകൂടി അത് കുറച്ചുകൂടി വലുതാക്കി കൂടെ? അമ്മയെ കുറിച്ച് ഇനിയും കുറെ കാര്യങ്ങൾ പറഞ്ഞുകൂടെ? എനിക്ക് അത്രയൊന്നും ഓർമ്മശക്തി ഇല്ല. നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ അമ്മേ, ഓർമ്മിക്കണ്ടല്ലോ. മുന്നിലില്ലേ അമ്മ? അതൊക്കെ ശരിയാണ്. കുറച്ചുകൂടി ഒന്ന് വലുതാക്കാൻ നോക്കൂ, നല്ല രസമായിരിക്കും. എന്റെ അമ്മ എന്നെ അനുസരിക്കുന്നു. ഇപ്പൊ എഴുതിയ പോലെ തന്നെ എഴുതിയാ മതി. കുറച്ചുകൂടി ചെറിയ കാര്യങ്ങൾ. അപ്പൊ ഒരു ഉദാഹരണത്തിന് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം, എന്ത് ഭക്ഷണം പറഞ്ഞില്ല. അമ്മ ഒക്കെ ഭക്ഷണം ചിലപ്പോ ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കുന്ന ഭക്ഷണം എന്താന്ന് പറയണ്ടേ? എങ്ങനെയാ ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് അമ്മ നമ്മളോട് പെരുമാറുന്നത്? ഒന്നുകൂടി അടുത്ത് കാണുന്ന മാതിരി കുറച്ച് വരികൾ കൂടി എഴുതി നോക്കൂ. കുറെ കൂടി അത് ഭംഗിയാവും. ഇപ്പൊ എഴുതിയത് നന്നായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എഴുതിയത് മോനെ എഴുതിയത്. മോന്റെ പേരെന്താ? ഏഞ്ചൽ. മോളാണ്. മോനാണോ? ഓക്കെ. ഏത് ക്ലാസ്സിലാണ്? ഏഞ്ചലോ. ഓക്കെ. ഏഞ്ചലോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 3ാം ക്ലാസ്സില്. 3ാം ക്ലാസ്സിലെ. എനിക്ക് കവിത ഇഷ്ടപ്പെട്ടു കേട്ടോ. മോനെ എഴുതിയത് വളരെ രസമുണ്ട്. രസമുണ്ട്. അത് ഏതാണ്? ഞാൻ അല്ലെങ്കിലും എപ്പോഴും പാട്ട് പാടുന്നതാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നന്നായി. സിനിമ നടനാണ് മാഷേ. സിനിമ നടനാണ് അല്ലേ? സിനിമ നടനാണ്, ബാലനടനാ. കൊള്ളാം. ധാരാളം എഴുതൂ കേട്ടോ. അതേപോലെ കുറച്ചുകൂടി എഴുതാം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ 4 9 കൂടി കൂട്ടാം. എനിക്ക് അത് ഞാൻ തലയിൽ വെച്ചിട്ടുണ്ട്. എഴുതി വെക്കണം, കടലാസിൽ എഴുതി വെക്കണം. ഓക്കെ സാറേ. ഓക്കെ കേട്ടോ, കടലാസിൽ എഴുതി വെക്കണം. ഇപ്പൊ ഈ വായിച്ചത് കടലാസിൽ, ഇപ്പൊ ഈ ചൊല്ലിയത് ഓർമ്മയിൽ നിന്നാണ് മോൻ ചൊല്ലിയത്. മോൻ ഓർമ്മയിൽ നിന്നാ ചൊല്ലിയത്. അത് കടലാസിലാക്കണേ. ഓക്കെ, കേൾക്കുന്നില്ല? ഞാൻ എന്റെ ടാബിലാക്കാൻ പറ്റും, ഇതിൽ എഴുതാനും പറ്റും. ടാബിൽ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ. നന്ദി പ്രകാശനത്തിനായി ഞാൻ അനു ടീച്ചറിനെ ക്ഷണിക്കും. ഇന്ന് നമ്മൾ നടത്തിയ മലയാളം മിഷൻ മുംബൈ ചാപ്റ്റർ ദശവാർഷികത്തോടനുബന്ധിച്ച്
കവിതാ പഠന കളരിയിൽ നമ്മുടെ കുട്ടികൾക്ക് കവിതയെപ്പറ്റി കൂടുതൽ അറിവും അഭിരുചിയും പകർന്നു കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറും മാഷും കവിയുമായ ശ്രീമാൻ രാമൻ മാഷിനോട് ഹൃദയത്തിന്റെ ഭാഷയിൽ വളരെ വളരെ അധികം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ നമ്മുടെ ജലജ ടീച്ചറാണ് നാസിക്കിലെ രാമൻ മാഷിനെ പരിചയപ്പെടുത്തി തന്നത്. അപ്പം ജലജ ടീച്ചറിനും ഒരു നന്ദി പറയുന്നു. അതുപോലെ തന്നെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാവർക്കും നന്ദി. അപ്പൊ നമുക്ക് പിരിയാം. ഒരിക്കൽ കൂടെ നന്ദി രാമൻ മാഷിന്.